ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു PDF ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക. അപ്പോൾ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമുക്കിവിടെ കാര്യകാരണ സഹിതം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ്. നമ്മൾ താഴെ കൊടുത്തൊരു വാക്യത്തിൽ ആ വാക്യത്തിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അറിയാലോ ഇംഗ്ലീഷിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, നമ്മൾ പറയും SVO പാറ്റേൺ അല്ലേ. ആ ഒരു പാറ്റേണാണ് വരുന്നത്. അതൊരു വാക്യം നോക്കിക്കോളൂ. റാംസ് ബ്രദർ ഈസ് ക്വയറ്റ് സിക്ക്. രാമിൻ്റെ സഹോദരൻ തികച്ചും അസുഖമുള്ള ആളാണ്. ഈ വാക്യത്തിൽ ഇവിടെ സബ്ജക്റ്റായിട്ട് ഏതാ വരിക? സിക്ക് ഉണ്ട്, ബ്രദർ ഉണ്ട്, രാമുണ്ട്, രാംസ് ബ്രദർ, 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗമാണ് സബ്ജക്റ്റ്, അതോ മലയാളത്തിൽ പറഞ്ഞാൽ കർത്താവ്. രാംസ് ബ്രദർ എന്ന D ഓപ്ഷനാണ് ഇവിടെ ശരിയായി വരിക. അടുത്ത വാക്യത്തിൽ പിന്നെ ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ് ഫ്രം ദ ഫോളോവിങ് സെൻറ്റൻസ്. ദ ബോയ്സ് വർ പ്ലേയിങ് നിയർ ബൈ. പിന്നെ ആൺകുട്ടികൾ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അടുത്തായി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ് നമ്മൾ തിരിച്ചറിയണം. ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വെർബ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുഴുവൻ, അതായത് പിന്നെ ആ വാക്യത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗം, അത് മുഴുവൻ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക. സോ ഇവിടെ സബ്ജക്റ്റ് നമുക്കറിയാം ദ ബോയ്സ് ആണെന്ന്. വേർ പ്ലേയിങ് നിയർ ബൈ എന്ന് പറയുന്ന 3 വാക്കുകളും ചേർന്ന ആ ഒരു വാക്യാംശമാണ് ഇവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ A ആണ് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ഈസ് ദി അണ്ടർലൈൻഡ് വേർഡ്. അവിടെ ആ വേർഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, കാണുന്നില്ല, എങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാം. താഴെ ഇവിടെ മാർസ് എന്ന വേർഡാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മാർസ്, നമ്മൾ ചൊവ്വാഗ്രഹത്തെ വിളിക്കുന്ന പേരാണ് മാർസ്. അപ്പോൾ ഈ വേർഡ് നൗണാണോ, പ്രൊനൗണാണോ, ജെറൻ്റാണോ, ക്ലോസ് ആണോ, ഇതിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ മാർസ് എന്ന വേർഡാണ് സബ്ജക്റ്റാണ്. ആ വേർഡാണ് നൗണ് കേട്ടോ. അപ്പോൾ A ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ്. നിങ്ങൾ പ്രെഡിക്കേറ്റിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സൗരവ് ഗാംഗുലി പ്ലേസ് ക്രിക്കറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വെർബ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുഴുവൻ, ആ പാർട്ടിനെ മുഴുവനാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ സൗരവ് ഗാംഗുലി നമുക്കറിയാം, ഒരു ഫേമസ് ആയ ക്രിക്കറ്റ് താരത്തിൻ്റെ പേരാണ്, അത് സബ്ജക്റ്റാണ്. ബാക്കിയുള്ള ഭാഗം പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ഈസ് ദ അണ്ടർലൈൻഡ് വേർഡ്. റണ്ണിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അവിടെ റണ്ണിങ് എന്ന വേർഡിനാണ് അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നത്. അത് ഏത് തരത്തിൽപ്പെട്ട സബ്ജക്റ്റാണ്, അതായത് പിന്നെ ക്ലോസ് ആണോ, ജെറൻ്റ് ആണോ, ഫ്രേസ് ആണോ, അതുപോലെ പ്രൊനൗൺ ആണോ, നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു വെർബിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അത് നൗണായിട്ട് മാറും. അപ്പോൾ റണ്ണെന്ന് പറഞ്ഞാൽ ഓടുക എന്നേ അർത്ഥമുള്ളൂ. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടൽ, ഓടുന്നത്, ഓടൽ എന്നൊക്കെ അർത്ഥം, അതൊരു നൗണാണ്. അപ്പോൾ ഇവിടെ ആൻസർ നമ്മൾ അങ്ങനെ ഒരു വെർബിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ക്രിയാനാമം അഥവാ വെർബൽ നൗൺ എന്ന അർത്ഥത്തിൽ ജെറൻ്റ് എന്ന പേരെ വിളിക്കാം, ജെറൻ്റ്. സോ ഇവിടെ റണ്ണിങ് ജെറൻ്റാണ്. B ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാണുക കേട്ടോ. ഇനി 6th ക്വസ്റ്റ്യൻ, പിന്നെ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രെഡിക്കേറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ അണ്ടർലൈൻഡ് വേർഡ് ടേസ്റ്റ് എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വേർഡ്
ഏതാണ്? വെർബാണോ, വെർബ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണോ, വെർബ് പ്ലസ് കോംപ്ലിമെൻ്റ് ആണോ, വെർബ് പ്ലസ് ആഡ്വർബാണോ? ഇവിടെ ടേസ്റ്റ് എന്ന വേർഡ് വെർബാണ്, വെർബ് മാത്രമാണ്, അതിൻ്റെ കൂടെ വേറൊന്നും ചേർന്ന് വരുന്നില്ല. സോ ആൻസർ എ ഓപ്ഷനാണ് ശരിയായി വരിക. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ചോയ്സ് ആൻസർ എടുക്കുന്ന അടുത്ത പേജിലാണ്. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ് ദ ലിറ്റിൽ ഗേൾ ഈസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ചെറിയ പെൺകുട്ടി ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യത്തിലെ സബ്ജക്റ്റാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻസറിലേക്ക് വരുന്ന ഓപ്ഷനാണ് ലിറ്റിൽ ഗേൾ ഉണ്ട്, ഈസ് പ്ലേയിങ് ഉണ്ട്, ഇൻ ദ ഗാർഡൻ, പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ഇതിൽ ചോയ്സ് എ ആണ് ശരിയാവുക. ലിറ്റിൽ ഗേൾ ആണ് സബ്ജക്റ്റ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രെഡിക്കേറ്റ് ഇൻ ദ സെൻറ്റൻസ് ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ലെസൺ ക്ലിയർലി? ടീച്ചർ പാഠഭാഗങ്ങൾ നന്നായി വിവരിക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ പ്രെഡിക്കേറ്റ് പാർട്ട് വരുന്നത് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, വെർബ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, അതിനുശേഷം വരുന്ന ഭാഗം മുഴുവൻ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗമാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ദ ടീച്ചർ ഉണ്ട്, എക്സ്പ്ലൈൻസ് ഉണ്ട്, എക്സ്പ്ലൈൻസ് ദ ലെസൺ ക്ലിയർലി ഉണ്ട്, ദ ലെസൺ ക്ലിയർലി ഉണ്ട്. അവിടെ സി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ട് ഫുള്ള് വരുന്നത്. അതുകൊണ്ട് സി ആണ് പ്രെഡിക്കേറ്റ്. അതാണ് ആൻസർ. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ സെൻറ്റൻസ് മൈ മദർ ആൻഡ് ഫാദർ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. എൻ്റെ അച്ഛനും അമ്മയും മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഈ വാക്യത്തിൽ ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് സബ്ജക്റ്റ്. എങ്ങനെയുള്ള സബ്ജക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം മൈ മദർ ആൻഡ് ഫാദർ, അതാണ് അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? അത് നമുക്കറിയാം. പിന്നെ പ്രൊനൗണല്ല, വെർബല്ല, പിന്നെ അഡ്ജക്റ്റീവും അല്ല, നൗണാണ്. അപ്പോൾ സി ആണ് ഇവിടെ നൗണ് വന്നിരിക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ ഫെമിനിൻ ഫോം ഓഫ് ദ നൗൺ ആക്ടർ. ആക്ടർ നമ്മളിപ്പോൾ പിന്നെ അഭിനേതാവ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ പിന്നെ അഭിനേത്രി എന്നർത്ഥം വരുന്ന ഫെമിനിൻ ഫോം അഥവാ സ്ത്രീലിംഗ രൂപം ഏതാണ്? അവിടെ നമുക്കറിയാം ആക്ട്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയാവുക, എ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാസ്കുലിൻ ഫോം ഓഫ് ദ നൗൺ ക്വീൻ? ക്വീൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മാസ്കുലിൻ അഥവാ പുല്ലിംഗ രൂപം ഏതാണ്? നമുക്കറിയാം ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ സി കിങ് ആണ് ശരിയാവുക അല്ലേ? രാജാവ്, രാജ്ഞി. അപ്പോൾ രാജ്ഞി എന്ന സ്ത്രീലിംഗമാണെങ്കിൽ അതിൻ്റെ പുല്ലിംഗം എന്താണ്? രാജാവ്. കിങ് ആണ് ശരിയാവുക. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12. ചൂസ് ദ ഫെമിനിൻ ഫോം ഓഫ് ദ നൗൺ ടൈഗർ. ടൈഗർ എന്ന ആ ഒരു പുല്ലിംഗം അതിൻ്റെ പിന്നെ സ്ത്രീലിംഗമായിരിക്കുന്ന രൂപം ഏതാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. എ ടൈഗ്രസ്, ബി ടൈഗരസ്, സി ടൈഗറൈന്, ഡി ഫിമെയിൽ ടൈഗർ. അവിടെ ഓപ്ഷൻ എ ആണ് ശരിയാവുക, ടൈഗ്രസ്. ഇനി 13 ആണ് അടുത്തതായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മാസ്കുലിൻ ഫോം ഓഫ് ഡച്ചസ്? ഡച്ചസ് എന്ന് പറഞ്ഞാൽ പ്രഭു എന്നതിൻ്റെ സ്ത്രീയായ പ്രഭി ആണ് ഡച്ചസ്. അപ്പോൾ അതിൻ്റെ മാസ്കുലിൻ അഥവാ പുല്ലിംഗ രൂപം ഏതാണ്? 4 ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിൻസ്, ബി ഡ്യൂക്ക്, സി ലോർഡ്, ഡി നൈറ്റ്. അതിൽ ബി ഡ്യൂക്കാണ് ശരിയാവുക. ഡ്യൂക്ക് എന്ന പുല്ലിംഗത്തിൻ്റെ പിന്നെ സ്ത്രീലിംഗമായിരിക്കുന്ന രൂപമാണ് ഡച്ചസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് നൗൺ ഈസ് ദ വേർഡ് ഓണസ്റ്റി? ഓണസ്റ്റി എന്ന് പറയുന്ന ഈ നൗണ് ഏത് തരത്തിൽപ്പെട്ട നൗണാണ്? നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. കോമണ്, പ്രോപ്പർ, അബ്സ്ട്രാക്റ്റ്, കളക്റ്റീവ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഗുണങ്ങളും അതുപോലെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ അത് അബ്സ്ട്രാക്റ്റ് നൗണ് എന്ന കാറ്റഗറിയിലാണ് പെടുക. കൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 15. പിന്നെ ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് നൗൺ ടീം. ടീം എന്നുള്ളത് താഴെ കൊടുത്തതിൽ കോമൺ ആണോ, പ്രോപ്പർ ആണോ, അബ്സ്ട്രാക്റ്റ് ആണോ, കളക്റ്റീവ് ആണോ? നമുക്കറിയാം ടീം എന്ന വേർഡ് സമൂഹ നാമം എന്നറിയപ്പെടുന്ന
പിന്നെ കളക്റ്റീവ് നൗണിൽ പെടുന്നതാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. 16 വിച്ച് ടൈപ്പ് ഓഫ് നൗൺ ഈസ് ഡോഗ്? ഡോഗ് താഴെ പറഞ്ഞത് കോമൺ ആണോ, പ്രോപ്പർ ആണോ, അബ്സ്ട്രാക്റ്റ് ആണോ, കളക്റ്റീവ് ആണോ? നമുക്കറിയാം കോമൺ ആണ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 17 വാട്ട് ടൈപ്പ് ഓഫ് നൗൺ ഈസ് പാരീസ്? പാരീസ് എന്നുള്ളത് താഴെ പറയുന്ന കോമണ്, പ്രോപ്പർ, അബ്സ്ട്രാക്റ്റ്, കളക്റ്റീവ്. അപ്പോൾ സ്ഥലങ്ങളെ പേരൊക്കെ നമുക്കറിയാം പ്രോപ്പർ ആയിട്ടാണ് പറയുക, പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്? ചൈൽഡ് എന്ന കുട്ടി എന്നർത്ഥം വരുന്ന ചൈൽഡ് എന്ന വാക്കിൻ്റെ പ്ലൂരൽ ബഹുവചന രൂപം ഏതാണ്? ചൈൽഡ്സ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ചൈൽഡ്സ് ഉണ്ട്, ചൈൽഡ്രൻസും ഉണ്ട്. അതിൽ നമ്മൾ ബി എന്ന ഓപ്ഷൻ അഥവാ ചിൽഡ്രൻ ആണ് ശരിയായി വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 19 ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് മൗസ്. മൗസ് എന്ന അഥവാ ചുണ്ടലി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് മൗസ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലൂറൽ ഫോം ഏതാണ്? മൗസസ് ആണോ, മൈസ് ആണോ? ഇനി അടുത്ത ഓപ്ഷനിൽ വരുന്ന മൈസസ് ഓർ മൗസ്. അതിൽ ബി ആണ് ശരിയാവുക, മൈസ്, MICE. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. 20 വാട്ട് ഈസ് ദ സിംഗുലർ ഫോം ഓഫ് ഗീസ്? ഗീസ് എന്നുള്ളത് ഏതോ ഒരു വേർഡിൻ്റെ പ്ലൂരലാണ്. അതിൻ്റെ സിംഗുലർ ഏതാണ് അല്ലേ? അവിടെ ഓപ്ഷന് ഗൂസസ്, ഗീസസ്, ഗൂസ് ആൻഡ് ഗോസ്ലിങ്. സി ആണ് കറക്റ്റ് ആൻസർ, ഗൂസ് അല്ലേ. ഗൂസ് പറഞ്ഞാൽ ആൺവാത്ത, ഗീസ് പെൺവാത്ത എന്നൊക്കെ പറയും നമ്മൾ. സോറി, താറാവ്, ഗൂസ് പറഞ്ഞ താറാവ്, ഗീസ് താറാവുകൾ. ഓക്കെ. ഈ 21 ചൂസ് ദ കറക്റ്റ് പൊസീവ് ഫോം. ദ ബുക്ക് ബിലോങ്ങിങ് ടു സാറ. ബുക്ക് സാറയുടേതാണ് എന്നർത്ഥം വരുന്ന വാക്യത്തിൽ പൊസീവായിട്ടുള്ള ഫോം ഏതാണ്? സാറാസ് ബുക്ക് എന്നാണോ, സാറാ ബുക്ക് എന്നാണോ, സാറാസ് ബുക്ക് എന്നാണോ, സാറാസ് ബുക്ക് എന്നാണോ? ഒരു സി, സാറിൻ്റെ പേര് കഴിഞ്ഞിട്ട് ഒരു മുകളിലൊരു കോമട്ട് എസ് ഇടുമ്പോൾ നമ്മൾ അതിന് അപ്പോസ്ട്രോഫി എസ് എന്ന് പറയും. അത് വെച്ചുകൊണ്ടുള്ള ഫോമാണ് ശരിയായി വരിക. അതാണ് പൊസസീവ് ഫോം. സോ സാറാസ് ബുക്ക് എന്നുള്ളതാണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 22 വിച്ച് ഈസ് ദ കറക്റ്റ് പൊസസീവ് ഫോം ഫോർ ദ ടോയ്സ് ഓഫ് ചിൽഡ്രൻ? ടോയ്സ് ഓഫ് ദ ചിൽഡ്രൻ എന്നതിൻ്റെ പൊസസീവ് ഫോം ഏതാണ്? അപ്പോൾ നമ്മളിവിടെ ചിൽഡ്രൻസ് ടോയ്സ്, ചിൽഡ്രൻസ് ടോയ്സ്, ചിൽഡ്രൻസ് ടോയ്സ്, ചിൽഡ്രൻ ടോയ്സ്. ഇവിടെ നിങ്ങൾക്ക് ആൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എന്ന പൊസസീവ് ഫോം പറഞ്ഞെങ്കിൽ ബി, ചിൽഡ്രന് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി കോമ എസ് ഇട്ടുകാണ്ട് ടോയ്സ് പറയണം. അപ്പോൾ ബി ആണ് ശരിയാവുക, ചിൽഡ്രൻസ് ടോയ്സ്. ഇനി 23 വാട്ട് ഈസ് ദ പൊസസീവ് ഫോം ഓഫ് ദ ഹൗസ് ഓഫ് ദ ഫാമിലി? ഓക്കെ, ദി ഹൗസ് ഓഫ് ദ ഫാമിലി എന്നതിൻ്റെ പൊസസീവ് ഫോം ഏതാണ് വരിക? അവിടെ നോക്കുക, ഫാമിലീസ് ഹൗസ്, ഫാമിലീസ് ഹൗസ്, 4 ഫോമുകളുണ്ട്. അതിൽ ബി നോക്കൂ നിങ്ങൾ, ഫാമിലി കഴിഞ്ഞ് അപ്പോസ്ട്രോഫി കോമ. പലപ്പോഴും ഈ പൊസസീവ് ഫോം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ കൂടെ നമ്മൾ മുകളിൽ കോമ ഇട്ടുകാണ്ട് എസ് ഇടുകയാണ്, അതിന് അപ്പോസ്ട്രോഫീസ് എന്നാണ് പറയുക. അങ്ങനെ ശരിയായി നോക്കുമ്പോൾ ബി ആയ ഫാമിലീസ് ഹൗസ് ആണ് ശരിയാവുക. ഓക്കെ. 24 റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് നൗൺ. താഴെ കൊടുത്ത വാക്യം വായിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം? ആ നൗണ് ഏത് തരത്തിൽ നൗണാണെന്ന് തിരിച്ചറിയണം. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. അത് കോമൺ നൗൺ ആണോ? അവിടെ കൽക്കത്തയാണ് ഉദ്ദേശിക്കുന്നത്. കോമൺ നൗൺ ആണോ, പ്രോപ്പർ നൗൺ ആണോ, അബ്സ്ട്രാക്റ്റ് നൗൺ ആണോ, അതോ കളക്റ്റീവ് നൗൺ ആണോ? ഇവിടെ ആൻസറായി വരിക നോക്കിക്കോളൂ, ബി ആണ്. കാരണം നമ്മൾ നേരത്തെ പാരീസിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു സ്ഥലങ്ങളെ പേരൊക്കെ പ്രോപ്പർ നൗൺ ആയിട്ടാണ് വരിക. 25 പിക്ക് ഔട്ട് ദ അബ്സ്ട്രാക്റ്റ് നൗണോ ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തതിന് അബ്സ്ട്രാക്റ്റ് നൗൺ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ എടുത്തെഴുതണം. അപ്പം അതിൽ ബൈ എന്ന് പറഞ്ഞ നൗണല്ല, വെർബാണ് കേട്ടോ. ഇനി പെയർ എന്ന് പറഞ്ഞ നൗൺ തന്നെയാണ്. ലോഫറും നൗൺ തന്നെയാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കോളൂ. അടുത്ത ഓപ്ഷൻ എന്താണ്? രാമു. അതിൽ സി ആണ്, ലോഫറാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഐഡൻറ്റിഫൈ ദ കോമൺ നൗൺ ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. താഴെ കൊടുത്ത വാക്യത്തിൽ നിന്ന് കോമൺ നൗൺ തിരിച്ചറിയുക. ദ മാൻ വാസ് റൈഡിങ് എ വൈറ്റ് ഹോഴ്സ്.
ദ മാൻ വാസ് റൈഡിങ് എ വൈറ്റ് ഹോഴ്സ്. ഇതിൽ കോമൺ നൗൺ ഏതാണ്? മാന് മാത്രമേ ഉള്ളൂ, റൈഡിങ് മാത്രമേ ഉള്ളൂ, ഇനി വൈറ്റ് ഹോഴ്സ് എന്ന വേർഡ് മാത്രമേ ഉള്ളൂ, അതോ മാനും ഹോഴ്സും ഉണ്ടോ? നോക്കി കാണാൻ പറ്റും, മാനും ഹോഴ്സും രണ്ടും കോമൺ നൗൺ ആണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി 27th ക്വസ്റ്റ്യൻ അടുത്ത് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ 27ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അബ്സ്ട്രാക്ട് നൗൺ? താഴെ കൊടുത്തതിൽ അബ്സ്ട്രാക്ട് നൗണിന് കൃത്യമായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന വാക്ക് ഏതാണ്? അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ആങ്കർ, മാന്, പ്രണവ്, ഡോഗ്. ഓക്കെ, മാനും ഡോഗും നമുക്കറിയാം കോമൺ ആണ്. പ്രണവ് പ്രോപ്പർ നൗൺ ആണ്. ഇന്ന് അബ്സ്ട്രാക്റ്റ് ആയി വരുന്നത് ആങ്കർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ എ ആണ് ഇവിടെ ശരിയായ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി 28th നോക്കാം. ചേഞ്ച് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻറ്റു ഫെമിനിൻ ജെൻഡർ. അവിടെ ദ ലയൺ എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് കേട്ടോ. അവിടെ കാണാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ലയൺ എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ആ വേർഡ് നമ്മൾ ഫെമിനിൻ ജെൻഡറിലേക്ക് മാറ്റണം. ലയൺ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. ആ വേർഡിൻ്റെ സ്ത്രീലിംഗം എന്താണോ അതിലേക്ക് മാറ്റണം. അപ്പോൾ അത് ഓപ്ഷൻ ഏതാ വരിക? ലയൺ ഉണ്ട്, ലയണീസ് ഉണ്ട്, ലയണസ് ഉണ്ട്, ലയണോസും ഉണ്ട്. സി ആണ് കറക്റ്റ് ആൻസർ, ലയണസ്. ഇനി 29th ക്വസ്റ്റ്യൻ നോക്കോളൂ. ഐഡൻറ്റിഫൈ ദി ജെൻഡർ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെയും നിങ്ങൾക്ക് അണ്ടർലൈൻഡ് വേർഡ് കാണാൻ കഴിയില്ല, പക്ഷേ അവിടെ പ്രിൻസ് എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്. അത് നമ്മൾ ഏത് ജെൻഡറാണ് എന്നാണ് പറയേണ്ടത്. അതായത് പുല്ലിംഗമാണോ, സ്ത്രീലിംഗമാണോ, ന്യൂട്രലാണോ, കോമൺ ആണോ? ഓക്കെ, നമുക്ക് അറിയാൻ പറ്റും, പ്രിൻസ്, രാജകുമാരൻ എന്ന അണ്ടർലൈൻ ചെയ്ത വേർഡ് അത് മാസ്കുലിൻ ജെൻഡറിൽ പെട്ട പദമാണ്, അഥവാ പുല്ലിംഗമാണ്. സോ ആൻസർ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് വുഡൻ ബോക്സ്? ശ്രദ്ധിക്കുക, വുഡൻ ബോക്സ് എന്ന ആ ഒരു വേർഡിൻ്റെ സിംഗുലർ ഫോം എന്താണ്? ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിക്കേണ്ടത് സിംഗുലർ ഫോമാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് വുഡൻ ബോക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോക്കുക. ബോക്സ്, പിന്നെ വുഡനസ്, സി വുഡൻ ബോക്സസ്, സി വുഡൻസ് ബോക്സ്. ഇവിടെ സി ആണ് കറക്റ്റ് ആൻസറായി മാറുക. കാരണം അവിടെ നിങ്ങൾ ബോക്സ് എന്നുള്ള വേർഡ് മാത്രം നോക്കിയാൽ മതി. ബോക്സ് എന്ന വേർഡിൻ്റെ പ്ലൂരൽ ബോക്സസ്, നമുക്ക് അവസാനം ES ചേർത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 31. വാട്ട് ഈസ് ദ പ്ലൂരൽ ഓഫ് നൈഫ്? കത്തി എന്നർത്ഥം വരുന്ന നൈഫ്. ഓക്കെ, ആ നൈഫ് എന്ന വേർഡിൻ്റെ പ്ലൂരൽ എന്താണ്? അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നൈവ്സ്, നൈഫ്സ്, നൈഫ്സ് ആൻഡ് നിവ്സ്. അവിടെ എ എന്ന ഓപ്ഷനാണ് ശരിയാവുക കേട്ടോ. നൈവ്സ് ആണ് കറക്റ്റ് ആൻസർ, KNIVES. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്ത പേജിൽ 32ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കിക്കോളൂ. പിന്നെ ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻഡ് നൗൺ. ഇവിടെ ഒന്നും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് കാണാൻ കഴിയില്ല, പക്ഷേ നമ്മൾ ആ വേർഡ് നോക്കിയാൽ മതി. ഓക്കെ, വി സോ എ ഷോൾ ഓഫ് ഫിഷ്. പിന്നെ ഒരു കൂട്ടം മത്സ്യത്തിന് പറയുന്ന പേരാണ് ഷോൾ ഓഫ് ഫിഷ്. നമ്മൾ ബഞ്ച് ഓഫ് ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, ബഞ്ച് ഓഫ് മാംഗോസ് എന്ന് പറഞ്ഞ ഒരു കുല മാങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂട്ടം ഫിഷുകളെ നമ്മൾ എ ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയും. ആ കൊടുത്തിരിക്കുന്ന അണ്ടർലൈൻഡ് വേർഡ് അത് താഴെ കൊടുത്ത നൗണുകളിൽ ഏതാണ്? കളക്റ്റീവ് ആണോ, കോമൺ ആണോ, പിന്നെ അബ്സ്ട്രാക്റ്റ് ആണോ, പ്രോപ്പർ ആണോ? നമുക്ക് കാണാൻ കഴിയും അത് കളക്റ്റീവ് നൗൺ ആണ്. സോ ഇവിടെ ആൻസർ എ ആണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് നൗൺ. താഴെ കൊടുത്ത നൗണുകളിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നൗണ് യൂസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ. ശ്രദ്ധിക്കുക, ദോസ് ഡാഷ് ആർ മൈൻ. ഈ ദോസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂരലിൻ്റെ സൂചനയായിട്ട് വരുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണാണ്. സോ ദോസ് കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള നൗണാണ് കൊടുക്കേണ്ടത്. പിന്നെ പ്ലൂറൽ നൗണിന് ശേഷം 6 വരും, അത് നമുക്കറിയാലോ അല്ലേ. അവിടെ സ്റ്റോക്കിങ്സ് ആണ് ശരിയാവുക. സോ ബി ആണ് കറക്റ്റ് ആൻസർ.
ബാക്കിയുള്ളതൊന്നും ശരിയല്ല, കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് മറ്റൊക്കെ അവിടെ കാണാൻ കഴിയും. ഓക്കെ, 34. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഓഫ് ദി ഗിവൺ വേർഡ് ലേഡി. ലേഡി എന്ന വേർഡിൻ്റെ കറക്റ്റ് പ്ലൂറൽ ഫോം എന്താണ്? നോക്കുക, സി ആണ് കറക്റ്റ് ആൻസർ കാണാൻ കഴിയുക, ലേഡീസ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. റീഡ് ദ സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ വെദർ ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൗണ്ടബിൾ? അപ്പോൾ നമുക്ക് എണ്ണാൻ കഴിയുന്ന കുറേ നൗണുകളുണ്ട്. അപ്പോൾ സ്റ്റോണ് നമുക്ക് എണ്ണാൻ കഴിയും അല്ലേ? അതുപോലെ തന്നെ ട്രീ നമുക്ക് എണ്ണാൻ കഴിയും. കാറ് തുടങ്ങിയ നൗണുകളൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുന്നതാണ്. അങ്ങനെ എണ്ണാൻ കഴിയുന്ന നൗണുകളെ നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയും. എന്നാൽ വെള്ളം നൗണാണ്, എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എണ്ണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എണ്ണാൻ കഴിയാത്ത നൗണുകളെ നമ്മൾ അൺകൗണ്ടബിൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ എണ്ണാൻ കഴിയുന്ന വസ്തുക്കളാണ് മാംഗോയും ആപ്പിളും അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ തന്നെ. പക്ഷെ ഇത് എണ്ണിയിട്ടാണോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നത്? അല്ല, തൂക്കിയിട്ടാണ്. അപ്പോൾ പൊതുവിൽ തൂക്കിയിട്ട് അങ്ങനെ നമ്മൾ വിൽപ്പന ചെയ്യുന്ന വസ്തുക്കളെയും അൺകൗണ്ടബിൾ നൗണിലാണ് പെടുത്തുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ കൊടുത്ത വാക്യം നോക്കിയിട്ട് ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അവിടെ ഫ്രണ്ട്സ് ആണ് എന്ത് അണ്ടർലൈൻ ചെയ്ത വേർഡ്. അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇവിടെ ഫ്രണ്ട്സ് നമുക്കറിയാം, കൂട്ടുകാരെ നമുക്ക് ആളുകളാണ്, മനുഷ്യന്മാരെ എണ്ണാൻ പറ്റും. സോ അത് കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, ഇനി 36ാമത്തെ വേർഡ്. വിച്ച് ഈസ് ദ കറക്റ്റ് ജെനിറ്റീവ് ഫോം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്? ദ ഡോഗ് ഫുഡ്. അവിടെ ഡോഗ് എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്ത വേർഡ്. അപ്പോൾ നായകളുടെ ഭക്ഷണം അല്ലെങ്കിൽ നായയുടെ ഭക്ഷണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? ഡോഗിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് എങ്ങനെയാണ് ചേർക്കേണ്ടത്? അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഡോഗ് കഴിഞ്ഞ് നേരെ അപ്പോസ്ട്രോഫി എസ് ചേർത്താലേ ആ വാക്യം കറക്റ്റ് ആവുള്ളൂ. സോ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ജെനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത ബന്ധം കാണിക്കുന്ന ഫോമുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേരെഴുതിക്കാണ്ട് നിങ്ങളുടെ നമ്മൾ എന്താ പറയുക, സീത എന്ന പേര് എഴുതിക്കാണ്ട് സീതയുടെ എന്ന് പറയാൻ വേണ്ടി നമുക്കറിയാം ആ പേരിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ചേർത്താൽ മതി. അപ്പോൾ സീത എന്ന് എഴുതിയാണ്ട് നമ്മൾ സീത എന്ന പേര് കഴിഞ്ഞതിന് ശേഷം മുകളിലായി ഒരു കോമ ഇടും, ശേഷം ഒരു എസ് ഇടും. ഇങ്ങനെ ഇടുന്നതിനാണ് നമ്മൾ അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുക. അത് തന്നെയാണ് ജെനിറ്റീവ് ഫോമും. ഓക്കെ കേട്ടോ. ഇനി 37ാമത്തത്. സീ ദ ബോൾഡഡ് പ്രൊനൗൺ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് കൈൻഡ്. നമുക്ക് വി എന്ന വേർഡ് നമുക്കവിടെ ക്യാപിറ്റലായിട്ട്, സാധാരണ ബോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കറുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ടൈപ്പിങ്ങിൽ വന്ന എന്തോ ഒരു ഇഷ്യൂ ആണ്. എന്തായാലും നമുക്ക് ആ വേർഡ് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ക്യാപിറ്റലായി കാണാൻ കഴിയും. ആ വേർഡ് ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ പറയണം. അത് പൊസസീവ് പ്രൊനൗൺ ആണോ, പേഴ്സണൽ പ്രൊനൗൺ ആണോ, റിഫ്ലക്സീവ് പ്രൊനൗൺ ആണോ, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണോ? അപ്പോൾ ഈ ഹി ഷീ ഇറ്റ് അയ്യോ ദേവി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതൊക്കെ അത് നമുക്കറിയാൻ പറ്റും പേഴ്സണൽ പ്രൊനൗൺ എന്നതിൽ പെട്ടതാണ്. അതുകൊണ്ട് ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ നിങ്ങൾ കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കുക. പ്രൊനൗൺസ് യൂസ്ഡ് ഫോർ എംഫസൈസ് ഈസ്. നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഹിംസെൽഫ്, ഹെർ സെൽഫ് തുടങ്ങിയ പ്രൊനൗണൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ ഊന്നൽ കൊടുക്കുക എന്ന് പറയുന്നതിനാണ് എംഫസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എംഫസൈസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊനൗണിന് പറയുന്ന പേര് എന്താണ്? ആ പേര് എംഫസൈസ് എന്ന വാക്കിൽ തന്നെ ആ പേര് കിട്ടും, എംഫാറ്റിക് പ്രൊനൗണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് പ്രൊനൗണ്. ഓക്കെ, താഴെ കൊടുത്ത വാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് പ്രൊനൗണ് യൂസ് ചെയ്തുകൊണ്ട് വാക്യം നമ്മൾ കൊടുക്കണം. ഡാഷ് വിൽ റൈറ്റ് ദിസ് എസ്സേ. അപ്പോൾ ആരാണ് ഈ എസ്സേ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. സോ ഹൂ വിൽ റൈറ്റ് ദിസ് എസ്സേ എന്നാണ് കറക്റ്റ് ആൻസർ വരിക. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 40th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രൊനൗൺ.
താഴെ കൊടുത്ത വാക്യത്തിൽ പ്രൊനൗൺ ഉണ്ട്, അത് ഏത് ടൈപ്പാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവിടെ യുവർ സെൽഫാണ് കൊടുത്തിരിക്കുന്ന വാക്ക്, യുവർ സെൽഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഊന്നൽ കൊടുക്കാൻ വേണ്ടി മൈ സെൽഫ്, ഹിം സെൽഫ്, ഹെർ സെൽഫ്, യുവർ സെൽഫ് തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേര് എംഫാറ്റിക് പ്രൊനൗൺ എന്നാണ് പറയുക. സോ ഇവിടെ യുവർ സെൽഫ് എന്ന വേർഡ് എംഫാറ്റിക് പ്രൊനൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 41st ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഈസ് ദേ ഇൻ ദ സെൻറ്റൻസ്? സാധാരണ കൊടുക്കുന്ന വാക്യത്തിൽ നമുക്ക് ദേ കാണാൻ കഴിയും. ആ ദേ എങ്ങനെയുള്ള പ്രൊനൗണാണ്? റിഫ്ലക്സീവ് ആണോ, പേഴ്സണൽ ആണോ, പൊസീവ് ആണോ, ഡെമോൺസ്ട്രേറ്റീവ് ആണോ? അല്പം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹി, ഷീ, ഇറ്റ്, അയ്യോ ദേവി. അപ്പോൾ അയ്യോ ദേവിയിൽ ദേ വരുന്നുണ്ട്. ഇതൊക്കെ പേഴ്സണൽ പ്രൊനൗണുകളാണ്. ഹീയും ഷീയും ഇറ്റും ഐ, യു, ദേ, വി, ഈ 7 പദങ്ങളും പേഴ്സണൽ പ്രൊനൗണാണ്. സോ ഇവിടെ പേഴ്സണൽ പ്രൊനൗണാണ് കറക്റ്റ് ആൻസർ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ 42ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് റിഫ്ലക്സീവ് പ്രൊനൗൺ ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. ഓക്കെ, അവിടെ നമ്മൾ ഹീ ഹേർട്ട് ഡാഷ് വൈൽ പ്ലേയിങ്, അവിടെ നമ്മൾ കറക്റ്റ് പ്രൊനൗണ്, റിഫ്ലക്സീവായ പ്രൊനൗണ് ചേർത്തുകൊണ്ട് പൂരിപ്പിക്കണം. ഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ, താഴെ കൊടുത്ത ചോയ്സിൽ ഒരൊറ്റ പ്രൊനൗണ് മാത്രമേ റിഫ്ലക്സീവ് പ്രൊനൗൺ ഉള്ളൂ, അത് ഹിംസെൽഫാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഹിംസെൽഫ്, ഹീ ഹേർട്ട് ഹിംസെൽഫ് വൈൽ പ്ലേയിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 43ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഈസ് ദിസ് ഇൻ ദ സെൻറ്റൻസ്? ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്. അവിടെ അപ്പോൾ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന വാക്യത്തിൽ ദിസ് എന്നുള്ള വാക്ക് എന്തുതരം പ്രൊനൗണായിട്ടാണ് കണക്കാക്കുന്നത്? ശ്രദ്ധിക്കുക എല്ലാവരും. റിഫ്ലക്സീവ് പ്രൊനൗണ്, പേഴ്സണൽ പ്രൊനൗണ്, പൊസസീവ് പ്രൊനൗണ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിൽ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് തുടങ്ങിയ പദങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ ഡി ആണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ കൊടുത്ത ആൻസർ സി ആണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങളെ യുക്തിബോധം പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശരിയായ ആൻസർ കണ്ടെത്തരുത്. പകരം ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണോ അത് തന്നെ വേണം എക്സാമിന് എഴുതാൻ. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ ഈ ഒബ്ജക്റ്റീവ് റീഡിങ് മെമ്മറി, നമ്മൾ OMR എന്നൊക്കെ രീതിയിൽ പറയുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടറിന് ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു PDF അതേപോലെ എന്ത് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും. ആ കമ്പ്യൂട്ടറിലേക്കാണ് നിങ്ങൾ എഴുതുന്ന എക്സാമിനേഷൻ്റെ ആൻസർ അങ്ങോട്ട് ചെല്ലാം. കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും അറിയില്ല, മനസ്സിലായില്ല. കമ്പ്യൂട്ടർ യുക്തി ഉപയോഗിക്കില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് കൊടുത്ത ആൻസർ എന്താണോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കമ്പ്യൂട്ടർ നിർവചിക്കുള്ളൂ. സോ നിങ്ങൾ ദിസ് എന്ന വേർഡ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് പ്രൊനൗണെന്ന് ഡി കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അഭിപ്രായത്തിൽ അത് കറക്റ്റ് ആൻസർ അല്ല. കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് സി ആണ്. അതുകൊണ്ട് സി കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് മാർക്ക് തരുള്ളൂ. ഈ OMR ടൈപ്പിൽ വരുന്ന എക്സാമിനേഷൻ്റെ മൊത്തം ഒരു പ്രോബ്ലം ഇത് തന്നെയാണ് കേട്ടോ. ടൈപ്പിങ്ങിൽ വരുന്ന ഇതൊക്കെ ടൈപ്പിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളാണ്. പക്ഷേ അത്തരം മിസ്റ്റേക്കുകൾ പോലും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആവർത്തിക്കപ്പെടേണ്ടി വരും. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് മാത്രമല്ല, ഇത് PSSC എക്സാമിനൊക്കെ സ്ഥിരമായി വരുന്നൊരു പ്രതിഭാസമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വലിയൊരു കാര്യമാക്കണ്ട, നിങ്ങളെന്ത് ചെയ്യുക, സി ആൻസർ കൊടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി പേജ് 8 നോക്കാം. 44ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. നിങ്ങൾ 44ാമത്തെ ക്വസ്റ്റ്യനാണ് കാണുന്നത്. നോക്കൂ, പിന്നെ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഇൻ ദ സെൻറ്റൻസ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഹൂസ് ബുക്ക് ഈസ് ദിസ് എന്ന വാക്യത്തിൽ അവിടെ പ്രൊനൗണ് നമുക്കറിയാം ഹൂസാണ്. അത് ഏത് പ്രൊനൗണാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഹൂസ് പോലെയുള്ള WH ക്വസ്റ്റ്യൻ വേർഡുകൾ മുഴുവൻ ഇൻട്രോഗേറ്റീവ് പ്രൊനൗണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഹൂസ് എന്ന വേർഡ് ഇവിടെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗണാണ്. സോ സി ആണ് കറക്റ്റ് ആൻസർ.
ഇനി 45th, വാട്ട് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഈസ് എനി വൺ ഇൻ ദ സെൻറ്റൻസ്? എനി വൺ ക്യാൻ ജോയിൻ ദ ക്ലബ്ബ്. ആർക്കും ക്ലബിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ആർക്കും എന്ന ഈ വേർഡ് താഴെ കൊടുത്തതിൽ എങ്ങനെയുള്ള പ്രൊനൗണാണ്? ശ്രദ്ധിക്കുക, അത് ഇൻഡെഫിനിറ്റ് പ്രൊനൗണാണ്. കാരണം ആർക്കും എന്ന് പറയുമ്പോൾ അത് ലിമിറ്റഡ് അല്ല, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം അതിൻ്റെ അർത്ഥം ഒതുങ്ങി നിൽക്കുന്നില്ല, ആർക്കും അത് ബാധകമാണ്. സോ അങ്ങനെയുള്ള ലിമിറ്റ് ഇല്ലാത്ത എന്നർത്ഥത്തിലാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗണ്. അഥവാ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്ലെസ്, പരിധിയില്ലാത്ത എന്നർത്ഥം വരുന്ന വാക്കാണ്. സോ ഇവിടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗണാണ് കറക്റ്റ് ആൻസർ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രൊനൗൺ യുവർ. യുവർ എന്ന വേർഡ് താഴെ കൊടുത്ത പ്രൊനൗണിൽ ഏത് ടൈപ്പായിട്ട് മാറും? ശ്രദ്ധിക്കുക, നമുക്കറിയാം ഹീ, ഷീ, ഇറ്റ്, അയ്യോ, ദേവി. ഇതിൻ്റെ ഫോമുകൾ നമുക്കറിയാം. ഹീൻ്റെത് ഹിസ് ഉണ്ട്, ഐൻ്റെത് മൈ ഉണ്ട്, യുവിൻ്റെത് യുവർ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക, നമ്മൾ പേഴ്സണൽ പ്രൊനൗണിൻ്റെ ഭാഗമാണെങ്കിലും ഉടമസ്ഥ ബന്ധം കാണിക്കുന്ന പ്രൊനൗണുകൾ നമ്മൾ പൊസസീവ് പ്രൊനൗൺ എന്നാണ് പറയുക. ഹിസ്, ഹെർ, മൈ, യുവർ, ദെയർ. അതുകൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ, പൊസസീവ് പ്രൊനൗൺ. ഇനി 47, ഐ വിൽ റീച്ച് ദർ സൂൺ. ഞാൻ ഉടനെ അവിടെ എത്തും. ഹിയർ സൂൺ ഈസ് ആൻ ആഡ്വർബ് ഓഫ് ഡാഷ്. നമുക്കറിയാം ഈ ആഡ്വർബുകൾ തന്നെ ഒരുപാട് തരമുണ്ട്. ഇപ്പോൾ സ്ഥലം കാണിക്കുന്ന ആഡ്വർബ് ആണെങ്കിൽ ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറയും. സമയം കാണിക്കുന്ന ആഡ്വർബ് ആണെങ്കിൽ ആഡ്വർബ് ഓഫ് ടൈം എന്ന് പറയും. കാരണം കാണിക്കുന്ന ആഡ്വർബ് ആണെങ്കിൽ ആഡ്വർബ് ഓഫ് റീസൺ എന്ന് പറയും. അങ്ങനെ ആഡ്വർബുകൾ കുറേ തരമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂണ് എന്ന് പറയുന്ന, ഉടനെ അഥവാ സമയം കാണിക്കുന്ന വാക്ക് തന്നെയാണ്. സൂണ് എന്ന് പറയുന്ന ഈ വാക്ക് താഴെ കൊടുത്തതിൽ എന്താണ്? ആഡ്വർബ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 48, ആർട്ടിക്കിളാണ്. നമുക്കറിയാം ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ 3 പദങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിക്കിൾ. എ, ആൻ, ദി. ഇതിൽ എയും ആനും ദിയും നമ്മൾ സാധാരണ പിന്നെ ഒരു എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു നൗണിൻ്റെ അഥവാ ഒരു നൗണിൻ്റെ മുമ്പ് നമ്മൾ ഒരു എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയാണ് ഈ എയും ആനൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു നൗണ്, ആ നൗണിൻ്റെ ആദ്യ അക്ഷരം സൗണ്ട് നോക്കുക നിങ്ങൾ. അക്ഷരം സ്പെല്ലിംഗ് അല്ല നോക്കേണ്ടത്, ശരിക്ക് സൗണ്ടാണ് നോക്കേണ്ടത്. അതായത് അത് വവല്, കോൺസണൻറ്റ്, 2 സൗണ്ടുകളുണ്ട് അല്ലേ? വവലും ഉണ്ട്, കോൺസണൻറ്റും ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന വാക്കുകളിൽ ഇപ്പം നമുക്ക് ഒരു വാക്കെടുക്കാം, ആപ്പിൾ. ആപ്പിൾ എന്ന വേർഡ് നമ്മൾ നോക്കിയാൽ നമുക്ക് എ കാണാൻ കഴിയും. നോക്കിയാലും അത് വവലാണ്. സൗണ്ടായിട്ട് ഉച്ചരിക്കുകയാണെങ്കിലും വവലാണ്. സോ ആപ്പിൾ എന്ന വേർഡിൻ്റെ മുമ്പ് നമ്മൾ ആന കൊടുക്കുക. കാരണം വവൽ സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന ഏതൊരു നൗണിൻ്റെ മുമ്പിലും ആനാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നാൽ കോൺസണൻറ്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന ഏതൊരു നൗണിൻ്റെ മുമ്പ് നമ്മൾ എ ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തതിൽ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? എ, ഓഫ്, ടു, ഇൻ. നമുക്കറിയാം ഓഫും ടൂവും ഇന്നൊക്കെ പ്രിപ്പോഷനാണ്. എന്നാൽ ഇവിടെ എ മാത്രമാണ് ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞ റൂളും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യൻ വഴിയെ വരുന്നുണ്ട്, നോക്കിക്കോളും. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ബ്രോട്ട് ഡാഷ് പെൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ ആ പെന്ന് എന്ന വേർഡിൻ്റെ മുമ്പുള്ള ഡാഷ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇന്ന്, ഓഫ്, എ, ടു, 4 ഒരേ ഒരു വേർഡ് മാത്രമേ നിങ്ങൾക്ക് ആർട്ടിക്കിൾ കൊടുത്ത് കാണാൻ കഴിയുള്ളൂ. സി ആണ്. സോ കറക്റ്റ് ആൻസർ സി ആണ് അവിടെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കറിയാം പെന്ന് എന്ന് പറഞ്ഞ വാക്കിൻ്റെ സൗണ്ട് വരുന്നത് കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് എ ആണ് അവിടെ കൊടുക്കുക. അതും കൂടി അറിയണം, കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വഴിയെ വരുന്നുണ്ട്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ. ഡാഷ് ഈസ് എ ഷിപ്പ്. ഈ വാക്യത്തിൽ നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ പേജ് 9 എടുക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ഭാഗം. യെസ്, നോക്കിക്കോളൂ. 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ഭാഗം. അതിൽ
നമ്മൾ അവിടെ ഏത് വേർഡാണ് കൊടുക്കുക? ദ ടൈറ്റാനിക്, എ ടൈറ്റാനിക്, ടൈറ്റാനിക്, വേ ടൈറ്റാനിക്. ഇതിൽ എ ടൈറ്റാനിക് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. സോ ബി ആണ്. ശ്രദ്ധിക്കട്ടെ, സോറി, ദി ടൈറ്റാനിക്. കാരണം ടൈറ്റാനിക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതൊരു ഫേമസ് ആയ ഷിപ്പിൻ്റെ പേരാണ്. അപ്പം അങ്ങനെയുള്ള വേർഡിന് മുമ്പൊക്കെ നമ്മൾ ദി ചേർക്കും. ഒന്ന് മാത്രമുള്ളത്. അപ്പോൾ ദി എർത്ത് എന്നാണ് പറയുക, ദി സ്കൈ, ദി മൂൺ. അതുപോലെ ടൈറ്റാനിക് കുറേ എണ്ണമില്ലല്ലോ, ഒറ്റൊന്ന് മാത്രമല്ലേ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ. അതാണെങ്കിൽ ഐസ്ബോർഗിൽ പിന്നെ ഇടിച്ച് പൊളിഞ്ഞ് മുങ്ങിപ്പോവുകയും ചെയ്തു അല്ലേ. സോ ദി ടൈറ്റാനിക്. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഈ 51ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബൈബിൾ ഈസ് എ ഹോളി ബുക്ക്. ഐഡൻറ്റിഫൈ ദ ആർട്ടിക്കിൾ ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. താഴെ കൊടുത്ത വാക്യത്തിൽ ആർട്ടിക്കിൾ ഏതാണ്? നമുക്കറിയാൻ പറ്റും. അവിടെ 2 ആർട്ടിക്കിൾ ഉണ്ട്. ദിയും ആർട്ടിക്കിളാണ്, എയും ആർട്ടിക്കിളാണ്. സോ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ ഡു വി ഹാവ് ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ എത്ര തരം ആർട്ടിക്കിൾ ഉണ്ട്? സോ നിങ്ങൾ നോക്കിക്കോളൂ. എ 4, ബി 2, സി 3, ഡി 5. ഇതിൽ ശ്രദ്ധിക്കാം, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആർട്ടിക്കിൾ ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ചോയ്സിൽ ബി ആണ് ആൻസർ. സോ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ ബി ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ലേ കേട്ടോ. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഗെയ്വ് ഡാഷ് ഇങ്ക് ബോട്ടിൽ ടു ഹിസ് ഫ്രണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഗിവൺ ബിലോ. ഓക്കെ, അവിടെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ കൊടുക്കണം. കാരണം ഇങ്ക് എന്ന വേർഡ് നമുക്കറിയാം വവൽ സൗണ്ട് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന വേർഡ് ആയതുകൊണ്ട് നമ്മളവിടെ ആൻ ആണ് കൊടുക്കുക. സോ സി ആണ് കറക്റ്റ് ആൻസർ. 54ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റലി ഈസ് എ യൂറോപ്യൻ കൺട്രി. ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് ആർട്ടിക്കിൾ യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ്. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ എ, ആന്, ഈ 2 ആർട്ടിക്കിളിനെ നമ്മൾ പിന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദി എന്ന ആർട്ടിക്കിളിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. എന്താ പറഞ്ഞത്? എയും ആനും ആർട്ടിക്കിൾ ആണല്ലോ, അവയെ രണ്ടിനെയും വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതേസമയം ദീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, സോ ഇവിടെ എ യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്ന ആ എ എന്ന ആർട്ടിക്കിൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. താഴെ കൊടുത്ത വാക്യത്തിൽ കറക്റ്റ് ആർട്ടിക്കിൾ നിങ്ങൾ ചൂസ് ചെയ്യണം. ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. ഇതൊരു പഴഞ്ചൊല്ല് കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാത്തന്നെ ആൻസർ മനസ്സിൽ വരും. ആൻ ആപ്പിൾ ഇൻ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാണ് കറക്റ്റായിട്ട് വരിക. സോ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. 56ൽ സെലക്ട് ദ ആർട്ടിക്കിൾ ഫോർ ദ സെൻറ്റൻസ് ഷീ ഈസ് ഡാഷ് ഓണസ്റ്റ് വുമൺ. ഓക്കെ, അവിടെ നമുക്ക് ആൻസർ 4 ആൻസർ ഉണ്ടാവും. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം അതിൻ്റെ ആൻസർ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധിക്കുക, അതിൽ ആദ്യം എ കൊടുത്തിരുന്നു, പിന്നെ ആന് കൊടുത്തു, പിന്നെ ദി ഉണ്ട്. ഇതിൽ ബി ആണ് ആൻസർ, ആന്. അപ്പം നിങ്ങൾ പറയും സാറേ ഓണസ്റ്റ് എന്ന വേർഡിൽ ആദ്യം വരുന്ന അക്ഷരം എച്ച് അല്ലേ? എച്ച് ഇംഗ്ലീഷിൽ പിന്നെ കോൺസണൻ്റ് സൗണ്ട് ആണല്ലോ, അതുകൊണ്ട് എ അല്ലേ ചേർക്കേണ്ടത്. പക്ഷെ അവിടെ എച്ച് സൈലൻ്റ് ആണ്. സൗണ്ടിൽ നമ്മൾ ഓണസ്റ്റ് ശ്രദ്ധിക്കണം. ആ വാക്ക് ഒരിക്കലും പിന്നെ എച്ചിൻ്റെ ഉച്ചാരണം കൂട്ടിക്കാണ്ട് ഹോണസ്റ്റ് എന്ന് ഉച്ചരിക്കാൻ പാടില്ല. പകരം എച്ച് ഇല്ലാതെ ഓൻ്റെ സൗണ്ടാണ് അവിടെ ആദ്യം വരിക, ഓണസ്റ്റ്. അതുകൊണ്ട് ആൻ ഓണസ്റ്റ് വുമൺ എന്നുള്ളതാണ് കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത്. സോ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഡാഷ് മൂൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി ടുനൈറ്റ്. ഓക്കെ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒന്ന് മാത്രമായിട്ട് ഈ ലോകത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ദി ചേർത്തുകൊണ്ടാണ് പറയുക. സോ ചന്ദ്രനും ആ ഇനത്തിൽ പെട്ടതാണ്. സോ ദി മൂൺ, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. നിങ്ങൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ കണ്ടെത്തണം. നമ്മൾ നേരത്തെ പഠിച്ചു ദിസ്, ദീസ്, ദിസ്, ദീസ്, ദാറ്റ്, ദോസ്.
ഈ 4 പദങ്ങളും ഇംഗ്ലീഷിൽ നേരത്തെ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അത് തന്നെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. സോ ഇവിടെ നമുക്ക് ആ പദങ്ങൾ ഉണ്ടോ നോക്കാം. ഏതാണ്? ദീസ് കാണാൻ കഴിയും. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ആൻ അഡ്ജക്റ്റീവ് ഈസ് യൂസ്ഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്? ഹി പ്രസൻറ്റഡ് സിംഗിങ് ബേർഡ് ഫോർ മീ. അവിടെ നമുക്കറിയാം സിംഗിങ് എന്ന വേർഡാണ് അവിടെ അഡ്ജക്റ്റീവ്. അത് എങ്ങനെയുള്ള അഡ്ജക്റ്റീവാണ്? സാധാരണ ക്വാളിറ്റി കാണിക്കുന്ന, ഇപ്പോൾ സിംഗിങ് ബേർഡ് എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുന്ന പക്ഷി, ആ പക്ഷിയുടെ ക്വാളിറ്റിയാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സിംഗിങ് എന്നുള്ള അഡ്ജക്റ്റീവ് തന്നെയാണ്, അത് ക്വാളിറ്റി കാണിക്കുന്ന അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് ആൻസർ വരേണ്ടത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 60ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചൂസിങ് ദ കറക്റ്റ് അഡ്ജക്റ്റീവ് ഗിവൺ ബിലോ. ഡാഷ് അംബ്രല്ല ഈസ് യുവേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ താഴെ കൊടുത്തതിൽ കറക്റ്റ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വാക്യം ഫില്ല് ചെയ്യേണ്ടത്. ഏത് കുടയാണ് നിങ്ങളുടേത് എന്ന അർത്ഥമാണ് ആ ചോദ്യത്തിന് വരിക. അപ്പോൾ അവിടെ നമ്മൾ സി ആണ് കറക്റ്റായി കിട്ടുള്ളൂ. വിച്ച് അംബ്രല്ല ഈസ് യുവേഴ്സ്. ഏത് കുടയാണ് നിങ്ങളുടേത്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ഇൻക്ലൂഡ്സ് ഒപ്പീനിയൻ, ഷേപ്പ്, കളർ, ഒറിജിൻ, നാഷണാലിറ്റി. അപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ, അതുപോലെ ഒരാളുടെ ഷേപ്പ്, ആളുടെ വർണ്ണം, അല്ലെങ്കിൽ ആളുടെ ഉത്ഭവത്തെക്കുറിച്ച്, ആളുടെ ദേശീയതയെക്കുറിച്ചൊക്കെ പറയുന്ന അഡ്ജക്റ്റീവുകളെ നമ്മൾ ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. കാരണം അതൊക്കെ ക്വാളിറ്റി കാണിക്കുന്ന അഡ്ജക്റ്റീവാണ്. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ വോർ എ ഡ്രസ്സ് ദാറ്റ് വാസ് ഫ്ലാറ്ററിങ്. ഓക്കെ, ഫ്ലാറ്ററിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് അവൾ ധരിച്ചത്. ദ അഡ്ജക്റ്റീവ് യൂസ്ഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഈസ് ഡാഷ്. ഇവിടെ ഫ്ലാറ്ററിങ് എന്നുള്ള അഡ്ജക്റ്റീവാണ് അവിടെ യൂസ് ചെയ്തേക്കേണ്ടത്. അത് ആട്രിബ്യൂട്ടീവ്ലി ആയിട്ടാണോ പ്രെഡിക്കേറ്റ്ലി ആയിട്ടാണോ യൂസ് ചെയ്തേക്കേണ്ടത്? ബാക്കിയുള്ള ചോയ്സ് നോക്കേണ്ട. പക്ഷെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളൊരു അഡ്ജക്റ്റീവ് വെർബിൻ്റെ മുമ്പ്, ഇപ്പോൾ അവിടെ വാസ് എന്നുള്ളതാണ് വെർബ്, വെർബിൻ്റെ മുമ്പ് നമ്മളൊരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അഡ്ജക്റ്റീവ് നമ്മൾ ആട്രിബ്യൂട്ടീവ് ആയിട്ടാണ് ഉപയോഗിച്ചതെന്നാണ് പറയുക. എന്നാൽ വെർബിന് ശേഷമായിട്ടാണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തതെന്നാണ് പറയുക. സോ ഇവിടെ വാസ് എന്ന വേർഡിന് ശേഷമാണ് ഫ്ലാറ്ററിങ് എന്ന അഡ്ജക്റ്റീവ് വന്നുകൊണ്ട് ഇവിടെ പ്രെഡിക്കേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കേണ്ടത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ പേജിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കാണാൻ കഴിയും. എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ആ 11ാം പേജിലേക്ക് പോവാം. നോക്കിക്കോളൂ എല്ലാവരും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഐദർ? ഐദർ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? സാർ, നമ്മൾ രണ്ടിലേതെങ്കിലും ഒന്ന് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഐദർ എന്ന വേർഡ് യൂസ് ചെയ്യേണ്ടത്. സോ ബി നോക്കിക്കോളൂ നിങ്ങൾ. 1 ഓഫ് ദ 2, രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, അതാണ് ഇതിൻ്റെ അർത്ഥം. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണെന്ന്. സോ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ് ഇൻ ദ സെൻറ്റൻസ്. താഴെ കൊടുത്ത വാക്യത്തിൽ നിങ്ങൾ അഡ്ജക്റ്റീവ് നിങ്ങൾ കണ്ടെത്തണം. ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ടു ദ പാർട്ടി. അവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത് എന്ന ഏത് വേർഡിന് അഡ്ജക്റ്റീവ് ഉള്ളത്? വോറാണോ, ബ്യൂട്ടിഫുൾ ആണോ, ഡ്രസ്സാണോ, പാർട്ടിയാണോ? നമുക്കറിയാം ബി ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തേക്കേണ്ടത്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ഈസ് 3 ഇൻ ദ സെൻറ്റൻസ്? ഷീ ഹാസ് 3 ആപ്പിൾ. ഈ 3 അവളുടെ കയ്യിൽ 3 ആപ്പിൾ ഉണ്ട് എന്ന് പറയുന്നതിൽ 3 ആപ്പിൾ എന്ന വാക്കിൽ 3 എന്ന വാക്ക് അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവ് താഴെ കൊടുത്തതിൽ ഏതാണ്? സാധാരണ എണ്ണം കാണിക്കുന്ന അഡ്ജക്റ്റീവ് നമ്മൾ നമ്പർ അഡ്ജക്റ്റീവ് എന്ന അർത്ഥത്തിൽ ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയും. സോ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 67ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് താഴെ കൊടുത്തതിൽ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഹൂസ് ആണ്. ആരുടെ എന്ന അർത്ഥം വരുന്ന ഹൂസ് ആണ്. സോ ആ വേർഡാണ് ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്.
ഇനി എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. താഴെ കൊടുത്തതിൽ ദാറ്റ്, ഹൂ, ബ്യൂട്ടിഫുൾ ഒരു വേർഡും കൂടെ അടുത്ത പേജിൽ വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ആണ്. അതിൽ നിന്ന് ഇവിടെ വന്ന ഒരേ പദം ദാറ്റ് ആണ്. സോ ദാറ്റ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ. ഓക്കെ, ഓപ്ഷനിൽ സമ്മും ഉണ്ട്. നമുക്കറിയാം ആൻസർ ചെയ്യാണ് കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി 69ാമത് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പൊസസീവ് അഡ്ജക്റ്റീവ്. താഴെ കൊടുത്തതിൽ പൊസറ്റീവ് അഡ്ജക്റ്റീവ് നമുക്കറിയാം യുവർ എന്ന വാക്ക് മാത്രമാണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ഈസ് സം ഇൻ ദ സെൻറ്റൻസ് ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. അല്ലെ, കുറച്ചെന്ന് പറയുന്ന സമ്മ് എന്നത് എങ്ങനെയുള്ള അഡ്ജക്റ്റീവാണ്? പൊസസീവ് ആണോ, ഡെമോൺസ്ട്രേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ? സാധാരണ ഈ അളവുകൾ കാണിക്കുന്ന അഡ്ജക്റ്റീവുകളെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. അപ്പോൾ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സമ്മ് എന്ന വേർഡ് അളവ് കാണിക്കുന്ന അഡ്ജക്റ്റീവാണ്. ഈ 71ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പൊസസീവ് അഡ്ജക്റ്റീവ്. താഴെ കൊടുത്തതിൽ നിങ്ങൾ പൊസസീവ് അഡ്ജക്റ്റീവ് തിരിച്ചറിയുക. നമുക്കവിടെ മൈന്, ദാറ്റ്, ദോസ്, വാട്ട്, അതിൽ മൈന് മാത്രമാണ് പിന്നെ ഉടമസ്ഥ ബന്ധം കാണിക്കുന്ന എൻ്റേത് എന്ന അർത്ഥം കൂടിയുള്ള അഡ്ജക്റ്റീവ്. ഓക്കെ. 72ാമത്തെ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നുള്ളത് ഒരുതരം ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. അത് ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്? റെഗുലർ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണോ, പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണോ, ദെൻ ഇറഗുലർ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ പിന്നെ ഇറഗുലർ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണോ, കമ്പാരിറ്റീവ് ഫോം ആണോ? ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. അഥവാ ഇറഗുലർ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് അത് കേട്ടോ. 73ാമത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ലെറ്റ്സ് കളക്ട് ഡാഷ് വാട്ടർ ഇൻ ദ ബോട്ടിൽ. അവിടെ നമുക്ക് എനി, സം, വൺ, ഫ്യൂ ഒക്കെ അറിയാം. അളവ് കാണിക്കുന്ന ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സമ്മാണ് കൊടുക്കുക. സോ സമ്മാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി 74ാമത്തത്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫോർ ഡാഷ് ഇൻഫർമേഷൻ കോൺടാക്ട് ദ മാനേജർ. നമ്മൾ പിന്നെ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് മാനേജറുമായി കോൺടാക്ട് ചെയ്യുക. അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ് ആ ഒരു വാചകം ഫെർദർ, FURTHER, ഫെർദർ. സോ അവിടെ നമ്മൾ അറിയാതെ തന്നെ എയും ഡിയും ഒരേ ആൻസറാണ്. സോ അതുകൊണ്ട് നമുക്ക് എയും ഡിയും ആൻസറായിട്ട് പറയാം. എ ആൻസർ ചെയ്താലും ശരിയാണ്, ഡി ആൻസർ ചെയ്താലും ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് പേജ് 13ാം പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 75, an adverb modifies dash. ആഡ്വർബ് മോഡിഫൈ ചെയ്യുന്നത് ഡാഷിനെയാണ്. നമുക്കറിയാം ആഡ്വർബ് എപ്പോഴും മോഡിഫൈ ചെയ്യുന്നത് വെർബിനെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ വാക്യം തന്നെ ഉണ്ട് അല്ലേ. സോ വെർബ് സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നിങ്ങളിനി 76ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങളിനി വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കെല്ലാവരും. വാട്ട് കൈൻഡ് ഓഫ് an adverb is used in the sentence? He works hard for his future. ഇതിൽ ഹാർഡ് എന്ന വാക്കാണ് ആഡ്വർബ്. അത് ഏത് തരത്തിൽപ്പെട്ട ആഡ്വർബാണ്? ആഡ്വർബ് ഓഫ് മാനർ ആണോ, ആഡ്വർബ് ഓഫ് പ്ലേസ് ആണോ, ആഡ്വർബ് ഓഫ് ടൈം ആണോ, ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണോ? ഇവിടെ ഹി വർക്ക്സ് ഹാർഡ്, അയാൾ കഠിനമായി ജോലി ചെയ്യുന്നു. അതൊരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. കഠിനമായി എന്ന് പറയുന്ന ഒരു രീതിയാണ്. സോ ആഡ്വർബ് ഓഫ് മാനർ ആണ് കറക്റ്റ് ആൻസർ. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഈസ് ഡാഷ് വീക്ക് ടു വാക്ക്. ചൂസ് ദ കറക്റ്റ് ആഡ്വർബ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ടു എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ ടൂവിൽ 2 ഓ ഉണ്ടാവും, രണ്ടാമത്തെ ടൂവിൽ സിംഗിളായിട്ടുള്ള ഓ ഉണ്ടാവും. സോ ഇവിടെ അവൻ നടക്കാൻ കഴിയാത്ത വണ്ണം അവൻ അത്രയും ദുർബലനാണ് എന്ന് പറയാൻ വേണ്ടി ടു വീക്ക് ടു വാക്ക്, TOO ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരേണ്ടത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 78ാമത്തെ ക്വസ്റ്റ്യൻ,
നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈ ദ ഡിഗ്രി ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. സീത സിങ്സ് വേഴ്സ് ദാൻ രാധ. ഇവിടെ വേഴ്സ് എന്ന വേർഡാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തേക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്തേക്കേണ്ടത്. അത് നമ്മൾ ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് ഡിഗ്രി ആണോ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ, കമ്പാരറ്റീവ് ഡിഗ്രി ആണോ? നമുക്കറിയാം ബാഡ് വേഴ്സ് വേഴ്സ്റ്റ് അല്ലേ. ബാഡ് പോസിറ്റീവ് ആണ്, ബാഡിൻ്റെ കമ്പാരറ്റീവ് ആണ് വേഴ്സ്, ബാഡിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് വേഴ്സ്റ്റ് അല്ലേ. സോ വേഴ്സ് എന്ന വേർഡ് കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ആൻസർ വരിക. സി ആണ് ആൻസർ. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ. ഹി വർക്ക്ഡ് ഡാഷ് സ്ലോലി ഡാഷ് ഹി കുഡ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺ. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആയിട്ടുള്ള വാക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ആസ് സ്ലോലി ആസ് എന്ന അർത്ഥത്തിൽ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഹി വർക്ക്ഡ് ആസ് സ്ലോലി ആസ് ഹി കുഡ്. അവന് കഴിയുന്നത്ര പതുക്കെയാണ് അവൻ ജോലി ചെയ്തത് എന്നാണ് അർത്ഥം. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആഡ്വർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഹി നെവർ പേയ്സ് അറ്റൻഷൻ. അവൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അവിടെ ഏതാണ് ആഡ്വർബ്? നോക്കിക്കോളൂ. നെവർ എന്ന വേർഡാണ് ആഡ്വർബ്. കാരണം ഹി എന്ന വാക്ക് പ്രനൗണാണ്, പേയ്സ് വെർബാണ്, അറ്റൻഷൻ നൗണും ആണ് അല്ലേ. അപ്പം നെവർ മാത്രമാണ് ആഡ്വർബ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. പേജ് നമ്മൾ 14 എടുക്കാനുള്ളത് പിന്നെ അതിലേക്ക് പോവാം. പിന്നെ എല്ലാവരും നോക്കിക്കോളൂ. ഓക്കെ, പേജ് 14, 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ആഡ്വർബ് ഇൻ ദ സെൻറ്റൻസ് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഈ വാക്യത്തിൽ ഏതാണ് ആഡ്വർബ്? ബ്യൂട്ടിഫുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം, സി ആണ് കറക്റ്റ് ആൻസർ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈ ദ ആഡ്വർബ് അറൈവ്ഡ്, യെസ്റ്റർഡേ, ഹിയർ. അവിടെ വാക്യം കൊടുത്തിട്ടില്ല എങ്കിലും നമുക്ക് ആ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഏതാണ് ആഡ്വർബ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും യെസ്റ്റർഡേയും ഹിയറും ആഡ്വർബാണ്. സോ അവിടെ യെസ്റ്റർഡേ ആണ് കറക്റ്റ് ആൻസർ, അതുകൊണ്ട് ബി മാർക്ക് ചെയ്യാം. 83ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തതിൽ ഇറഗുലർ ആയിരിക്കുന്ന വെർബ് നമ്മൾ മാർക്ക് ചെയ്യണം. ശരിക്കും ഏതാണ് ഇപ്പോൾ റെഗുലർ വെർബ്, ഇറഗുലർ വെർബ് അങ്ങനെ ഒരു കാറ്റഗറി വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ. മിക്ക വെർബിൻ്റെയും അവസാനത്തിൽ നമുക്ക് ഡിയോ ഇഡിയോ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡി ചേർക്കാം അല്ലെങ്കിൽ ഇ ഡി ചേർക്കാം. നമുക്ക് ആ വെർബിൻ്റെ V2 ഫോമും V3 ഫോമും കിട്ടും അല്ലേ. അഥവാ പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കിട്ടും. അങ്ങനെ വരുന്ന വെർബുകളെ നമ്മൾ റെഗുലർ വെർബ് എന്നാണ് പറയുക. എന്നാൽ ഈ ഡിയോ അല്ലെങ്കിൽ ഇഡിയോ ഒന്നും ചേരാതെ ഡിഫറെൻറ്റ് ഫോമുകൾ V1-ലും V2-ലും V3-ലും ഒക്കെ വരുന്ന എത്രയോ വെർബുകളുണ്ട്. ഉദാഹരണം ഗോ അല്ലേ, പോവുക എന്നർത്ഥം വരുന്ന ഗോ. ഗോൻ്റെ V2 എന്താണ്? വെൻ്റ് ആണ്, ഗോയുമായി യാതൊരു ബന്ധവുമില്ല. അതുപോലെ V3 ഗോൺ എന്നാണ്, GONE ആണ്, വെൻ്റുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ. അങ്ങനെ വരുന്ന വെർബുകളെയാണ് നമ്മൾ ഇറഗുലർ വെർബ് എന്ന് പറയുക. ഇവിടെ വർക്ക് എന്ന വെർബിൻ്റെ V2 V3 നമുക്കറിയാം, വർക്ക്ഡ് വർക്ക്ഡ് ആണ്. പ്ലേൻ്റെത് പ്ലേഡ് പ്ലേഡ് ആണ്. ലോഫിൻ്റെത് ലോഫ്ഡ് ആണ്. പിന്നെ ഉച്ചരിക്കുന്നത് ലോഫ്റ്റ് ആണെങ്കിലും ഇ ആണ് ചേരുന്നത്. എന്നാൽ സ്ലീപ്പിൻ്റെത് അങ്ങനെയല്ല, സ്ലെപ്റ്റ് ആണ്, ഇ ചേരാതെ വരുന്നതാണ്. അതുകൊണ്ട് സ്ലീപ്പാണ് കറക്റ്റ് ആൻസർ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. 84ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ റെഗുലർ വെർബ് ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്ത വാക്യത്തിൽ നിന്ന് റെഗുലർ വെർബ് കാണണം. സി, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സീൻ്റെ V2 എന്താണ്? സോ, സീൻ. കം ആണെങ്കിൽ കം, കെയിം, കം എന്നാണ്, അതും ഇറഗുലർ ആണ്. ഗോ, വെൻഡ്, ഗോൺ, അതും ഇറഗുലർ ആണ്. റെഗുലർ പ്രോമിസ് റെഗുലർ ആണ്. പ്രോമിസ്, പ്രോമിസ്ഡ്. പിന്നെ ഡി ചേർത്താൽ മതി, ഇ ഡി ചേർക്കേണ്ട. ഓൾറെഡി ഇ അതിൻ്റെ അവസാനം ഉണ്ട്, അതുകൊണ്ട് ഡി മാത്രം ചേർത്താൽ മതി. 85ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഡ്രിങ്ക്? ഡ്രിങ്ക് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം V2 എന്താണ്? നമുക്കറിയാം, ഡ്രാങ്ക് ആണ്. സോ എ ആണ് കറക്റ്റ് ആൻസർ. 86ാമത്തെ ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഗിവ്? ഗിവ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഗെയ്വ് ആണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും 15th പേജ് നോക്കൂട്ടാ. പിന്നെ 15ാം പേജ് നോക്കാനുള്ളത് നോക്കിക്കോളൂ. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദി കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. ഐ ഡാഷ് എ ഹെവി ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ നല്ല ഹെവിയായ ഡിന്നറാണ്, അതായത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഭക്ഷണമാണ് ഡിന്നറായി കഴിച്ചത്. പറയുമ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള ജ്യൂസ് മറ്റോ കഴിക്കുമ്പോൾ അത് ലൈറ്റ് ഫുഡാണ്. എന്നാൽ നമ്മൾ വല്ല മന്തിയോ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ കഴിക്കുമ്പോൾ അത് ഹെവി ഡിന്നർ, ഹെവി ഫുഡാണ്. സോ ഇവിടെ ടേക്ക്, ടേക്കൺ, ടുക്ക്, ടേക്കഡ്. ഇവിടെ ടുക്കാണ്, വീറ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ലാസ്റ്റ് നൈറ്റ് എന്നൊക്കെ വരുന്ന ഈ ആഡ്വർബുകളുള്ള ടെൻസിൽ എപ്പോഴും വീറ്റുമാണ് യൂസ് ചെയ്യുക. സോ ടുക്കാണ് കറക്റ്റ് ആൻസർ, സി. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ. എ വെർബ് വിച്ച് ക്യാൻ ബി ഫോംഡ് ഇറ്റ്സ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബൈ ആഡിങ് ഡി ഓർ ഇ ഡി ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡിയോ ഇ ഡിയോ V2 V3 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിയോ ഇ ഡിയോ ചേരുന്ന വെർബുകളെ നമ്മൾ റെഗുലർ വെർബ് എന്നാണ് പറയുക. സോ എ ആണ് കറക്റ്റ് ആൻസർ. 89ാമത്തെ ക്വസ്റ്റ്യൻ. എ വെർബ് വിച്ച് ടേക്സ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. സാധാരണ നമുക്കറിയാം, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. ഇപ്പോൾ നമ്മളൊരു വാക്യം പറയുമ്പോൾ ആ വാക്യത്തിൽ ചിലപ്പോൾ ഒരു കർമ്മം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു കർമ്മം ഉണ്ടാവില്ല. അങ്ങനെ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഉള്ള ക്രിയയെ നമ്മൾ പിന്നെ സകർമ്മക്രിയ അഥവാ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാറുണ്ട്. ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയയെ നമ്മൾ അതിൻ്റെ അകർമ്മക്രിയ അഥവാ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. രാമൻ രാവണനെ വധിച്ചു. ഇവിടെ രാമനാണ് സബ്ജക്റ്റ്. രാമൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇരയായ അതിൻ്റെ വേദന അനുഭവിച്ച ആളാരാണ്? രാവണനാണ്. സോ രാവണനാണ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് ഇവിടെ വധിക്കുക എന്ന് പറയുന്ന ക്രിയ ഒരു ഒബ്ജക്റ്റ് ഉള്ള ക്രിയയാണ്, അത് സകർമ്മക ക്രിയയാണ്, ട്രാൻസിറ്റീവ് വെർബാണ്. എന്നാൽ പിന്നെ അദ്ദേഹം ചിരിച്ചു, അദ്ദേഹം ചിരിച്ചു. രാമൻ രാവണനെ വധിച്ചു എന്ന് പറയുമ്പോൾ ആരെ വധിച്ചു, എന്തിനെ വധിച്ചു എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ട് അല്ലേ? സാധാരണ ഈ സകർമ്മക്രിയയെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് നിങ്ങൾ ആ വാക്യത്തോട് ആരെ, എന്തിനെ എന്നീ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുകയാണെങ്കിൽ സകർമ്മകം, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അകർമ്മകം. ആൻസർ കിട്ടുകയാണെങ്കിൽ ട്രാൻസിറ്റീവ്, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ചിരിച്ചു എന്ന വാക്കെടുത്തോളൂ. ആരെ ചിരിച്ചു, എന്തിനെ ചിരിച്ചു? ആൻസർ ഉണ്ടോ? ഇല്ല. എന്നാൽ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടാവും, ചിരിച്ചു എന്ന് പറഞ്ഞ ആൻസർ ഇല്ല. അപ്പോൾ ചിരിച്ചു എന്ന് പറയുന്ന വെർബ് പിന്നെ അകർമ്മക്രിയയാണ് അഥവാ ഇൻട്രാൻസിറ്റീവ് വെർബാണ്, ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അത്ര ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉള്ള ട്രാൻസിറ്റീവ് വെർബാക്കി മാറ്റാൻ പറ്റും. അതാണ് ചിരിക്കുക, ചിരിപ്പിക്കുക എന്നൊക്കെ പറയേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ എ വെർബ് വിച്ച് ടേക്സ് ആൻ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഉള്ള വെർബുകൾ നമ്മൾ എന്താ പറയുക? ട്രാൻസിറ്റീവ് വെർബ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഹൗ മെനി നോൺ ഫിനിറ്റ് ഫോംസ് ഓഫ് വെർബ് ആർ ദർ? എത്ര നോൺ ഫിനിറ്റ് ആയിട്ടുള്ള വെർബ് ഫോമുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കേണ്ടത്. ഇവിടെ 4 ആണ് ഇതിന് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസറായി വരേണ്ടത്. 91. പിക്ക് ഔട്ട് ദ ജെറൻഡ് ഫോം ഫ്രം സെൻറ്റൻസ്. നേരത്തെ പറഞ്ഞു ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയേണ്ടത്. അവിടെ താഴെ കൊടുത്ത വാക്യത്തിൽ നിങ്ങൾ ജെറൻഡ് കണ്ടെത്തണം. വേഗം കണ്ടെത്താം അല്ലേ? വാക്കിംഗ്. ബി ആണ് കറക്റ്റ് ആൻസർ. 92. വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ബ്ലോ? ബ്ലോ എന്ന വേർഡിൻ്റെ, ബ്ലോ എന്ന് പറഞ്ഞാൽ ഊതുക അല്ലെങ്കിൽ വീശുക എന്നൊക്കെ അർത്ഥം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് V2 എന്താണ്? ബ്ലൂ എന്നുള്ളതാണ്. കാരണം അത് പിന്നെ ഇറഗുലർ ആയിട്ട് വരുന്ന വെർബിൽപ്പെട്ട ഫോമാണ്. സോ ബ്ലൂ, BLEW, ബ്ലൂ ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്? ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന വാക്യം ഏത് ടെൻസിലാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ കിടക്കും. നമുക്കെല്ലാം അറിയാം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് 16ാം പേജ് ഓപ്പൺ ചെയ്യാം. അവിടെ ആൻസർ എടുക്കേണ്ടത് 16ാം പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചോയ്സ് ഉണ്ട് അവിടെ. പ്രസൻറ്റ് പ്രോഗ്രസീവ്. സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസിന് പറയുന്ന വേറൊരു പേരാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ്. ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ.
ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഐ ഹാവ് വിസിറ്റഡ് ഊട്ടി മെനി ടൈംസ്? ഞാൻ ഊട്ടി പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ വാക്യം ഏത് ടെൻസിലാണ് യൂസ് ചെയ്തേക്കേണ്ടത്? നമുക്കറിയാം ഹാവും ഹാസും സബ്ജക്റ്റിൻ്റെ കൂടെ ചേർത്തിട്ട് അതിൻ്റെ വെർബിൻ്റെ V3 ഫോം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ടെൻസിന് പറയുന്ന പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. സോ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് യൂഷ്വലി ഐ ഗോ ടു ബെഡ് അറ്റ് 10:30. പതിവായിട്ട് ഞാൻ 10:30 മണിക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഇവിടെ ഏത് വാക്യത്തിലാണ് വെർബ്, ഇവിടെ ഏത് ടെൻസിലാണ് യൂസ് ചെയ്തേക്കേണ്ടത്? ആൻസർ ബി ആണ്, സിമ്പിൾ പ്രസൻറ്റ്. 96ാമത്തെ വാക്യം, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 15 years. ഞാൻ 15 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം ഏത് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കേണ്ടത് കണ്ടെത്തണം. നമുക്കറിയാം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അഥവാ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ആണ്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. 97ാമത്തെ വാക്യം, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഐ സ്ലെപ്റ്റ് ഏർലി ലാസ്റ്റ് നൈറ്റ്. ഞാൻ കഴിഞ്ഞ രാത്രി നേരത്തെ ഉറങ്ങി. ഇവിടെ സ്ലെപ്റ്റ് എന്ന വാക്യം വെർബാണ്. അത് യൂസ് ചെയ്തിട്ടുണ്ട് ഏത് ടെൻസിലാണ്? നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ്. സോ V2 ആണ് അവിടെ കാണുന്നത്. V2 ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഐഡൻറ്റിഫൈ ദി ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഷീ വാസ് സ്ലീപ്പിംഗ്. അല്ലേ, ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസിന് പ്രോഗ്രസീവ് എന്നും പേരുള്ളത് കൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പ്രോഗ്രസീവ് ആണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഷീ ഹാഡ് സ്ലെപ്റ്റ്. ഓക്കെ, അവിടെ ചോയ്സ് നമുക്ക് നോക്കണ മുമ്പ് 17ാം പേജ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഹാഡ് വെച്ചുകൊണ്ട് വെർബിൻ്റെ V3 ഫോം ചേർന്ന് വരുന്ന ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി 100ാമത്തെ വാക്യം ശ്രദ്ധിക്കുക എല്ലാവരും, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. അല്ലേ, ഇത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് പറയാത്ത ടെൻസാണ്. ഓക്കെ, ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എല്ലാവരും, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഹി വിൽ ഫ്ലൈ അബ്രോഡ് നെക്സ്റ്റ് വീക്ക്. ഹി വിൽ ഫ്ലൈ അബ്രോഡ് നെക്സ്റ്റ് വീക്ക്. ഈ വാക്യത്തിൽ വെർബ് ഏത് ടെൻസിലാണെന്നുള്ളതാണ് ചോദിച്ചേക്കേണ്ടത്. നമുക്കറിയാം വില്ല് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്, വില്ലിൻ്റെ കൂടെ മറ്റൊന്നും യൂസ് ചെയ്യാതെ വില്ല് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. സോ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 102nd 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ടുമോറോ അറ്റ് ദിസ് ടൈം ഐ വിൽ ബി ട്രാവലിംഗ് ടു ദുബായ്. ഈ വില്ലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഷാളിൻ്റെ കൂടെയോ ഒക്കെ ബി ചേർന്ന് വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ ഫ്യൂച്ചർ പ്രോഗ്രസീവ് എന്നും കൂടി വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്ത ടെൻസ് ഫ്യൂച്ചർ പ്രോഗ്രസീവ് ആണ്, ബി ആണ്. 103ാമത്തെ വാക്യം, ഹൗ മെനി കൈൻഡ്സ് ഓഫ് ഓസ്ലറി വെർബ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ എത്ര തരം ഓസ്ലറി വെർബുകളുണ്ട്? 2 തരമാണുള്ളത് കേട്ടോ. ഓക്കെ, മോഡൽ ഓസ്ലറിയും ആൻഡ് പ്രൈമറി ഓസ്ലറിയും. സോ 2 ആണ് ആൻസർ വരിക. ഇനി ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രിൻസിപ്പൽ ഓസ്ലറീസ് ആർ ദർ ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ എത്ര തരം പ്രിൻസിപ്പൽ ഓസ്ലറീസ് ഉണ്ട്? ഈ പ്രിൻസിപ്പൽ ഓസ്ലറി എന്ന് പറയുമ്പോൾ പ്രൈമറി ഓസ്ലറിയാണ്. അത് നമുക്കറിയാം ബി രൂപങ്ങൾ, ഹാവ് രൂപങ്ങൾ, ഡു രൂപങ്ങൾ. അപ്പോൾ അത് 3 കാറ്റഗറി വരിക. സോ 3 ആണ് കാരണം. ഇപ്പോൾ ബി ഫോംസ് നിങ്ങൾക്ക് അറിയില്ലേ, ഈസ്, ആർ, ആം, വാസ്, വേർ. ഹാസിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡ്, വില്ലിൻ. അതുപോലെ തന്നെ പിന്നെ ഡൂവിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ ഡു, ഡസ്, ഡിഡ്. ഇങ്ങനെയാണ് 3 ഫോമുകൾ വരുന്നത്. ഓക്കെ, 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി 105ാമത്തെ ക്വസ്റ്റ്യൻ, മൈ മദർ ഡാഷ് എ സ്കൂട്ടർ. അവിടെ ചോയ്സുകൾ ഹാവ്, ഹാവിങ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള വാക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് 18ാമത്തെ പേജ് ഓപ്പൺ ചെയ്യാമെങ്കിൽ എല്ലാവരും 18ാം പേജിലേക്ക് നോക്കുക. ഓക്കെ, അവിടെ നമുക്ക് ഹാസ് ബീനും ഹാസും ഉണ്ട്. ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ.
കാരണം മൈ മദർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഹാവ് ഉപയോഗിക്കാൻ പാടില്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ് എ സ്കൂട്ടർ. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നെക്സ്റ്റ് വാക്യം, 106-ാമത്തെ വാക്യം. ഐ ഡാഷ് എ മാരേജ് പാർട്ടി ലാസ്റ്റ് സൺഡേ. എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഒരു മാരേജ് പാർട്ടി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ. നമ്മൾ ഹാവ് എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ഹാസ് എന്ന വേർഡിൻ്റെ V2 ആണ് യൂസ് ചെയ്യേണ്ടത്, ഹാഡ് ആണ്. സോ ഐ ഹാഡ് എ മാരേജ് പാർട്ടി ലാസ്റ്റ് സൺഡേ എന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ 107-ാമത്തെ വാക്യമാണ്. ഡാഷ് വി ഗോ ഫോർ എ വാക്ക്. ഡാഷ് വി ഗോ ഫോർ എ വാക്ക്. ഇവിടെ വുഡ്, കുഡ്, ഷോള്, വില്ല് 4 പദങ്ങൾ കാണാൻ കഴിയും. അവിടെ നമുക്കിവിടെ സി ആണ്, ഷാൾ വി ഗോ ഫോർ എ വാക്ക്. ഈ ഫോം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടത് സാധാരണ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിർദ്ദേശം പറയാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരു കൂട്ടം കൂടിയിരിക്കുമ്പോൾ അതിന് 2-3 ആളുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ്, നമ്മളൊന്ന് നടക്കാൻ വേണ്ടി പോവുകയല്ലേ, ആ അർത്ഥത്തിലാണ് ഷാൾ വി ഗോ ഫോർ എ വാക്ക് എന്ന് പറയുക. സോ ഷാൾ ആണ് കറക്റ്റ് ആൻസർ, സി. 108-ാമത്തെ വാക്യം. യു ഡാഷ് റെസ്പെക്ട് എൽഡേഴ്സ്. നീ മുതിർന്നവരെ ബഹുമാനിക്കണം. അതൊരു കടമയാണ്. സാധാരണ ഈ കടമകളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ് ഷുഡ്. സോ യു ഷുഡ് റെസ്പെക്ട് എൽഡേഴ്സ് എന്നാണ് പറയുക. സോ എ ആണ് കറക്റ്റ് ആൻസർ. 109-ാമത്തെ വാക്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആ ബ്ലാങ്ക് നിങ്ങൾ യൂസ് ചെയ്യണം. ഡാഷ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്ത എക്സാമ്പിൾ ആണത് കേട്ടോ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അവിടെ വുഡാണ് കറക്റ്റ് ആൻസർ, എ. 110-ാമത്തെ വാക്യം. വിച്ച് മോഡൽ ഓസ്ലറി ഈസ് യൂസ്ഡ് ടു ഷോ എബിലിറ്റി. കഴിവ് കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോഡൽ ഓസ്ലറി ആയിട്ടുള്ള സഹായക്രിയ ഏതാണ്? ക്യാൻ ആണ് അല്ലേ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 111-ാമത്തെ ചോദ്യം. വിച്ച് വൺ ഈസ് എ സെമി മോഡൽ. താഴെ കൊടുത്തതിൽ സെമി മോഡലായിട്ട്, അഥവാ മോഡൽ ഓസ്ലറിയും ആണ് എന്നാൽ മെയിൻ വെർബും ആണ്, ആ രൂപത്തിൽ വരുന്ന വെർബ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 3 ഓപ്ഷൻ അവിടെ ഉണ്ട്. ഈസ്, വാസ്, ഡയർ ഉണ്ട്. 4-ാമത്തെ ഓപ്ഷൻ കാണാൻ നമുക്ക് 19-ാം പേജ് ഓപ്പൺ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. സോ 6 ഇവിടെ സി ആണ് കറക്റ്റായി, ഡയർ ആണ്. മോഡൽ ഓസ്ലറിയിൽ സെമി ഓസ്ലറി പെട്ടത് ഡയർ ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത വാക്യം 112 നോക്കിക്കോളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 2000. 2000 വർഷം, അത് 2000 മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സിൻസ് എന്ന പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്. സിൻസ് ചേർക്കുമ്പോഴേ ആ വാക്യം കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ആൻസർ. 113 ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഡാഷ് 30 ഇയേഴ്സ്. അവിടെ നമ്മൾ 4 ആണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ട് താമസിക്കുകയാണ്. അവിടെ വർഷങ്ങളെ കാലയളവൊക്കെയാണ് പറയേണ്ടതെങ്കിൽ, അളവ് എത്ര വർഷമായി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഈ പ്രയോഗം കൃത്യമായി പഠിച്ചിരുന്നു കേട്ടോ. ഓക്കെ, സോ 4 ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. 114 വാട്ട് കൈൻഡ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. ഹു ആർ യു. താഴെ പറയുന്ന വാക്യം എങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ആണ്? അത് ഡിക്ലറേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, ഇംപരേറ്റീവ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ? നമുക്കറിയാം ചോദ്യോചിഹ്നം ലാസ്റ്റ് കാണുന്ന വാക്യങ്ങളെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പഠിച്ചേക്കേണ്ടത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 115 വാട്ട് കൈൻഡ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. കൗ ഗിവ്സ് അസ് മിൽക്ക്. ഇത് നമുക്കറിയാം ഡിക്ലറേറ്റീവ്. ഇതിന് പറയുന്ന വേറൊരു പേര് അസർട്ടീവ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ 2 പേരുണ്ട്, അസർട്ടീവ് എന്നുണ്ട്, ഡിക്ലറേറ്റീവ് എന്നുണ്ട്. രണ്ടും പഠിച്ചേക്കണം കേട്ടോ. സോ അതുകൊണ്ട് ഡിക്ലറേറ്റീവ് ആണ് ആൻസർ എ. ഇനി 116 വാട്ട് കൈൻഡ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. സിറ്റ് ഡൗൺ ദർ. സിറ്റ് ഡൗൺ ദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയൊരു കമാൻഡാണ്. ഈ കമാൻഡും റിക്വസ്റ്റും ചേർന്ന് വരുന്ന ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേര് ഇംപരേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. സോ ഇംപരേറ്റീവ് ആണ് അവിടെ കറക്റ്റ് ആൻസർ, സി. ഇനി 117-ാമത്തെ വാക്യം. വാട്ട് കൈൻഡ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. വാട്ട് എ വണ്ടർഫുൾ ഇവൻറ്റ്. നിങ്ങൾ കണ്ടോ, ആ വാക്യത്തിൻ്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ആശ്ചര്യ ചിഹ്നം. അത് വരുന്ന വാക്യങ്ങളെ നമ്മൾ എന്ത് പേരിട്ടാണ് പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ചത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നാണ് പഠിച്ചത്. സോ അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത പേജ് അഥവാ 20-ാം പേജ് നോക്കാം.
സോ എല്ലാവരും പേജ് 20 നോക്കാം. 118. ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോവിങ്. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. സാധാരണ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യവാല് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ കോമട്ടിനാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കും. ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ആഡ് ചെയ്താലേ ആ സംഭവം കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ നമ്മൾ സഹാക്രിയ നോക്കിയാൽ മതി. അപ്പോൾ ഈസ് അതുപോലെ ആറ് അങ്ങനെയുള്ള സഹാക്രിയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ചുരുക്കുക. അപ്പോൾ ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ എന്താ വരിക? ഈസിൻ്റെ എന്നാണ് വരിക. പിന്നെ ആ ഷീയുംപാട് അങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ടാഗ് എഴുതാൻ പറ്റും. ഇവിടെ ടാഗ് നമ്മൾ ഇപ്പോൾ ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാക്യം പോസിറ്റീവ് ആയപ്പോൾ ടാഗ് നെഗറ്റീവ് ആകുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. അവിടെ പിന്നെ ഈസ് ഇൻ ഷീ എന്നാണ് വരേണ്ടത്. സോ ഷീ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വാക്ക് കാണാൻ പറ്റും. ഈസ് ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചേർത്ത് ചുരുക്കിയതാണ് കേട്ടോ. ഓക്കെ, സോ ഈസ് ഇൻ ഷീ എന്നാണ് കറക്റ്റ് ഫോമിൽ വരിക. ഓക്കെ കേട്ടോ. യെസ്. ഓക്കെ, ഇനി നമുക്ക് 120ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോവിങ്. താഴെ കൊടുത്ത വാക്യത്തിന് പിന്നെ പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. ക്ലോസ് ദ ഡോർ. അതിന് മുമ്പ് 119 പറഞ്ഞിട്ടില്ല, 119 പറഞ്ഞുതരാം. 119. ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോവിങ്. ലെറ്റ് us ഹാവ് എ ഡ്രിങ്ക്. സാധാരണ നമ്മളിപ്പോൾ ഒരു സാധാരണ വാക്യം ടാഗ് നമ്മൾ കൊടുക്കുമ്പോൾ വാക്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കും അല്ലേ? അപ്പോൾ ഷീ ഈസ് എ ഗുഡ് ടീച്ചർ എന്നുള്ള നമ്മൾ ടാഗ് കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നു, ഈസിൻ്റെ ഷീ അങ്ങനെ ആയി. ഇനി ഷീ ഈസ് നോട്ട് എ ഗുഡ് ടീച്ചർ എന്ന രീതിയിൽ വാക്യം നെഗറ്റീവ് ആവുകയാണെങ്കിൽ ടാഗ് എങ്ങനെ വരിക? ഈസ് ഷീ. അതായത് വാക്യം പോസിറ്റീവ് ആകുമ്പോൾ ടാഗ് നെഗറ്റീവ് ആകും, വാക്യം നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആകും. ഈ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ തീരുമാനിക്കുന്നത് നോട്ട് ചേരുന്നതും നോട്ട് ചേരാത്തതും അനുസരിച്ചാണ്. നോട്ട് ഇല്ലെങ്കിൽ പോസിറ്റീവും നോട്ട് ഉണ്ടെങ്കിൽ നെഗറ്റീവും. അത് വാക്യങ്ങളാണെങ്കിലും ഇനി ടാഗ് ആണെങ്കിലും അങ്ങനെ തന്നെ വരിക. എന്നാൽ അതല്ലാത്തൊരു തരം വാചകമുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. ലെറ്റ് us ഹാവ് എ ഡ്രിങ്ക്. ഇവിടെ ലെറ്റ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾ ലെറ്റ് അസ്, അപ്പോൾ ലെറ്റ് മീ, രണ്ട് വാക്യങ്ങളും ലെറ്റ് ഹിം ഒക്കെ വരാറുണ്ട്. ലെറ്റ് അസ്, ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് അസ് ആണ്, US ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഷാൾ വി എന്നാണ് ടാഗ് വരിക. ഇനി ലെറ്റ് മീ ആണെങ്കിൽ ഷാൾ ഐ ആണ് വരിക. ഇനി ലെറ്റ് ഹിം ആണെങ്കിൽ വിൽ ഹി ആണ് വരിക. ലെറ്റ് ഹെർ എന്നാണെങ്കിൽ വിൽ ഷീ ആണ് വരിക. ഒന്നുകൂടി പറയാം. ലെറ്റസ് ആണെങ്കിൽ ഷാൾ വി, ലെറ്റ് മീ ആണെങ്കിൽ ഷാൾ ഐ, ലെറ്റ് ഹിം ആണെങ്കിൽ വിൽ ഹി, ലെറ്റ് ഹെർ എന്നാണെങ്കിൽ വിൽ ഷീ, ആൻഡ് ലെറ്റ് ദം എന്നാണെങ്കിലോ അങ്ങനെയും വരാം, വിൽ ദേ. ഈ രൂപത്തിലാണ് എപ്പോഴും ടാഗുകൾ വരിക. ഐയും വിയും ആണെങ്കിൽ ഷാളായിരിക്കും, ബാക്കിയുള്ള വാക്കുകളൊക്കെ വില്ലായിരിക്കും. ഒന്ന് ഓർത്തിച്ചാൽ മതി കേട്ടോ. ഇവിടെ ആൻസർ ബി ആണ്, ഷാൾ വി. ഇനി 120. ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ഫോളോവിങ്. ക്ലോസ് ദ ഡോർ. ഇവിടെ ക്ലോസ് ദ ഡോർ എന്ന വാക്യമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ക്ലോസ് ദ ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡുകളാണ്. കമാൻഡുകൾക്ക് എല്ലായ്പ്പോഴും നമ്മൾ വിൽ യു എന്ന ടാഗാണ് കൊടുക്കുക. കമാൻഡുകൾ എന്ത് തന്നെ വന്നാലും ഒക്കെ വിൽ യു ആയിരിക്കും ടാഗ് കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ഫോളോവിങ്. ഇറ്റ് ഈസ് ക്വൈറ്റ് വാം ടുഡേ. അപ്പോൾ നമുക്കറിയാം എപ്പോഴും വരിക ഈസിൻ്റെ ഇറ്റ് എന്നാണ് ഈ കാരണം ഇറ്റ് ഈസ് എന്നാണെങ്കിൽ ഈസിൻ്റെ ഇറ്റ്. ഓക്കെ, ആൻസർ തന്നെയാണ്. ഇനി 122. ആഡ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ഫോളോവിങ്. ഐ ആം എ ഗുഡ് ടീച്ചർ. ഇവിടെ നമുക്ക് ശരിക്ക് ആമിൻഡൈ എന്നാണ് വരേണ്ടത്. എന്നാൽ ആമിൻഡൈ എന്ന ഫോം ഉപയോഗിക്കാൻ പാടില്ല. അത് പകരം ആറിൻഡൈ. ആമിൻഡൈ പറയേണ്ട സമയങ്ങളിൽ ആറിൻഡൈ എന്ന് പറയണം. എന്നാൽ ആമൈ ആണ് ടാഗ് കൊടുക്കേണ്ടത് എങ്കിൽ ആമൈ അതേപോലെ കൊടുക്കാം. ആമിൻഡ് എന്ന പ്രയോഗം ഇന്ന് ഇംഗ്ലീഷിലില്ല, അതുകൊണ്ടാണ് ആമിൻഡിന് പകരം ആറിൻ്റെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, 123. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രപ്പോർഷൻ. അടുത്തായിട്ട് നമ്മൾ പ്രപ്പോർഷൻ്റെ മേഖലയിലേക്ക് പോവുകയാണ്. ഒരു വാക്യം കാണാൻ പറ്റും. ഐ ഹാവ് സ്റ്റേയ്ഡ് ഡാഷ് മുംബൈ ഫോർ 5 years. അവിടെ അറ്റാണോ ഇന്നാണോ ഓഫാണോ ഫ്രം ആണോ
നമ്മൾ പരാമർശിക്കേണ്ട സ്ഥലം വളരെ വലിയൊരു സിറ്റി ആണെങ്കിൽ എപ്പോഴും ഇന്നാണ് യൂസ് ചെയ്യുക. എന്നാൽ അതൊരു വില്ലേജ് ആണെങ്കിൽ അറ്റാണ് യൂസ് ചെയ്യുക. മുംബൈ വില്ലേജ് അല്ല, സിറ്റിയാണ്. അപ്പോൾ ഇന്നാണ്. ഐ ഹാവ് സ്റ്റേയ്ഡ് ഇൻ മുംബൈ ഫോർ 5 years. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. 124. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻ. ഹി സ്റ്റുഡ് ഡാഷ് ദ കോർണർ ഫോർ എ മിനിറ്റ്. അവിടെ നമ്മൾ സാധാരണ ഒരു സ്ഥലം നമ്മൾ മനസ്സിലാക്കി. വില്ലേജ് ആണെങ്കിൽ അറ്റ് യൂസ് ചെയ്യും. ഈ വില്ലേജ് പോലെ തന്നെ വളരെ ചെറിയൊരു ഏരിയ, ചെറിയൊരു കോർണറോ ചെറിയൊരു ഭാഗമൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ അറ്റ് തന്നെ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ സ്റ്റുഡ് അറ്റ് ദി കോർണർ ഫോർ എ മിനിറ്റ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. എ ആണ് കറക്റ്റ്. ഇനി 125. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻ. ഹി കെയിം ഓൾ ദ വേ. നമുക്കറിയാം സാധാരണ ഈ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ പേരിന് മുമ്പൊക്കെ ബൈ ആണ് യൂസ് ചെയ്യുക. നമ്മുടെ കാലുകളുടെ ഇതിന് മുമ്പും ബൈ ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായി ഫൂട്ട് എന്ന് പറഞ്ഞ കാല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നടന്നു വരുന്നതിന് നമ്മൾ ബൈ ഫൂട്ട് എന്നാണ് പറയുക. ഹി കെയിം ഓൾ ദ വേ ബൈ ഫൂട്ട് എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓൺ ഫൂട്ട് എന്നുള്ളതാണ്. ബൈ ഫൂട്ടാണ് ആൻസർ എങ്കിലും നിങ്ങൾ ഇവിടെ കൊടുത്ത ആൻസർ മാർക്ക് ചെയ്താൽ മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ഈ ഒരു PDF നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് കേട്ടോ. അപ്പോൾ ഓൺ ആണ് ആൻസർ, ഓൺ ഫൂട്ട്. ഇനി 125. യൂസ് ദ അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻസ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ്. ദ മദർ ഈസ് വറീഡ് ഡാഷ് ഹെർ ചൈൽഡ്സ് ഇൽ ഹെൽത്ത്. അവിടെ നമുക്കറിയാം എബൌട്ട്, വറീഡ് എബൌട്ട് എന്ന ഭാഗമാണ് കറക്റ്റായി മാറുക. 127. യൂസ് ദ അപ്രോപ്രിയേറ്റ് പ്രിപ്പോർഷൻ ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ്. സി ഈസ് വെരി ഫോണ്ട്. ഫോണ്ട് എന്ന വാക്കിന് ശേഷം എല്ലായ്പ്പോഴും ഓഫാണ് യൂസ് ചെയ്യുക. ഫോണ്ട് ഓഫ് എന്നാണ് പറയുക. അത് പ്രയോഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഓഫാണ്, ഡി ആണ് ആൻസർ. 128. അവിടെയും നമ്മളോട് പ്രിപ്പോർഷൻ ഏതെന്ന് തന്നെ പറഞ്ഞിരിക്കേണ്ടത്. ഹി ഹാസ് റിക്കവേർഡ് ഫ്രം. റിക്കവേർഡ് എന്ന വാക്കിന് ശേഷം എല്ലായ്പ്പോഴും ഫ്രം ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കൂ. ഹിസ് ഹൗസ് ഈസ് ഡാഷ് ദ മെയിൻ റോഡ്. അവിടെ നമുക്ക് ബിസൈഡ് ദ മെയിൻ റോഡ്, മെയിൻ റോഡിൻ്റെ അരികെയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ബിസൈഡ് എന്ന വാക്കാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത് 130 പോവാം. 130 നോക്കിക്കോളൂ. യൂസ് ദ കറക്റ്റ് പ്രൊപ്പോർഷൻ. ഐ ഹാവ് 3 ബ്രദേഴ്സ് ഡാഷ് 2 സിസ്റ്റേഴ്സ്. അവിടെ എല്ലായ്പ്പോഴും നമ്മൾ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ. ഐ ഹാവ് 3 ബ്രദേഴ്സ്, എനിക്ക് 3 സഹോദരന്മാരുണ്ട്, കൂടാതെ 2 സഹോദരിമാരും ഉണ്ട് എന്നാണ് പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. 131. യൂസ് ദ കറക്റ്റ് പ്രൊപ്പോർഷൻ. ഷീ സ്റ്റാൻഡിങ് ഡാഷ് ഹെർ ഫാദർ ആൻഡ് മദർ. അവിടെ നമുക്ക് ബി ആണ്. കാരണം 2 ആളുകളുടെ ഇടയിൽ എന്ന് പറയാൻ വേണ്ടി ബിറ്റ്വീൻ യൂസ് ചെയ്യും. 2ൽ കൂടുതൽ ആളുകളുടെ ഇടയിൽ എന്ന് പറയാൻ വേണ്ടി എമങ് യൂസ് ചെയ്യും. ഇവിടെ ബിറ്റ്വീൻ ആണ് ആൻസറായി വരിക. ഷീ ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹർ ഫാദർ ആൻഡ് മദർ. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. 132. അവിടെ പ്രൊപ്പോർഷൻ യൂസ് ചെയ്യാനാണ്. ഓൺ 1 ഡാഷ് ദ ഗേൾസ് സൈഡ്. അവിടെ ഡി ആണ്. 1 എമങ് ദ ഗേൾസ് സൈഡ്. പെൺകുട്ടികളെ ഭാഗത്തുനിന്ന് ഒരാൾ എന്ന് പറയാൻ വേണ്ടിയാണ് ആ പ്രയോഗം അവിടെ ഉപയോഗിച്ചേക്കേണ്ടത്. ഇനി 133. എ സെൻറ്റൻസ് വിച്ച് ഹാസ് ഓൺലി 1 മെയിൻ ക്ലോസ് ഈസ് നോൺ ആസ് ഡാഷ്. സിമ്പിൾ സെൻറ്റൻസ്. ഒരേ ഒരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു വാക്യം. ആ വാക്യത്തെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. വേർ ആർ യു കമ്മിങ് ഫ്രം. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് പറയുന്ന വാക്യം നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇൻട്രോഗേറ്റീവായ വാക്യമാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 135. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. നമുക്കറിയാം ഈ കൗ ഈസ് ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റുകളെ പൊതുവേ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്നോ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നോ ഒക്കെയാണ് പേര് വിളിക്കുക. സോ ആൻസർ എ ആണ്. ഓക്കെ, 136. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്. കം ഹിയർ ഫാസ്റ്റ്. പെട്ടെന്ന് ഇവിടെ വരൂ. ഈ വാക്യം ഏതുതരം വാക്യമാണ്? സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അതൊരു കമാൻഡായിട്ട് കാണുന്ന വാക്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സി ആണ്, അഥവാ ഇമ്പരേറ്റീവ്.
കമാൻഡ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇമ്പരേറ്റീവ്. ആണ് കറക്റ്റ് ആൻസർ. 137. ഹൗ മെനി ടൈപ്സ് ഓഫ് ഫ്രേസൽ വെർബ്സ് ആർ ദർ? എത്ര തരം ഫ്രേസൽ വെർബുകളുണ്ട്? ബി ആണ് കറക്റ്റ്, 2 ഫ്രേസൽ വെർബുകൾ. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇസ് ദ ഫോളോവിങ്? ഞാൻ അടുത്ത വാക്ക് നോക്കൂ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ യൂസ്ഡ് ടു റീഡ് ബാലരമ. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ബാലരമ വായിക്കാറുണ്ടായിരുന്നു. ഈ വാക്യം ഏതാണ്? ഇതിൽ വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളായ സിമ്പിളായ സെൻറ്റൻസ് അല്ല. അതൊരു എന്താ പറയുക, ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസാണ്. എന്നാൽ ഐ യൂസ്ഡ് ടു റീഡ് ബാലരമ എന്നുള്ളത് ഒരു സിമ്പിൾ സെൻറ്റൻസാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് സെൻറ്റൻസും പാടെ കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. 139. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദ ഫോളോവിങ്? വാവ്, ഐ റിയലി കനോട്ട് ബിലീവ് വി ഡിഡ് ദാറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ വാക്യം എങ്ങനെയുള്ള വാക്യമാണ് തിരിച്ചറിയാൻ ആ ഒരു ആശ്ചര്യചിഹ്നം മാത്രം മതി. ഈ വാക്യമാണ് എക്സ്ക്ലമേറ്ററി, അത് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് എൻഡിൽ വരുന്ന വാക്യം പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, അങ്ങനെ ഓർത്താൽ മതി. ഇനി 140. വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ബിക്കം? ബിക്കമിൻ്റെ പാസ്റ്റ് ടെൻസ് നമുക്കറിയാം ബിക്കെയിം ആണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 141. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. നമുക്കറിയാം നമ്മൾ പാസീവ് വോയിസിന് ടെൻസ് നമ്മൾ ലാസ്റ്റ് പഠിച്ചിരുന്നു. ചാപ്റ്റർ 9 പഠിച്ചിരുന്നു നമ്മൾ, ചാപ്റ്റർ 8 പഠിച്ചിരുന്നു. ഇതിന് ആൻസർ എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. സോ ആൻസർ ബി ആണ് കറക്റ്റ് ആൻസറായി വരുന്നത്. 142. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻ ദ പാസീവ് വോയിസ്? താഴെ കൊടുത്ത വാക്യങ്ങളിൽ ഏതാണ് പാസീവ് വോയിസിലുള്ളത്? നമുക്കതിൻ്റെ ചോയ്സുകൾ നോക്കാം. പിന്നെ ഒബ്ജക്റ്റ് ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റ് ഫസ്റ്റ് വരുന്നത് ദ ഹൗസ് വാസ് പെയിൻറ്റഡ് ബൈ ഹിം. അയാളാണ് ആ വീട് പെയിൻ്റ് അടിച്ചത്. ബി ആണ് കറക്റ്റ് ആൻസർ. 143. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ദേ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. അപ്പോൾ ഈ വാക്യത്തെ പാസീവ് വോയിസ് ആക്കി മാറ്റുമ്പോൾ ദ പ്രൊജക്റ്റ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം. ദ പ്രൊജക്റ്റ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്, അവിടെ ഹാവ് വരില്ല, ഹാസാ വരിക, കാരണം പ്രൊജക്റ്റ് സിംഗുലറാണ്. സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 144. ചൂസ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ. ഷീ ഈസ് അഫ്രൈഡ് ഓഫ്. അഫ്രൈഡ് ഓഫ് ആണ്, കാരണം അഫ്രൈഡ് എന്ന വാക്കിന് ശേഷം നമ്മൾ ഫോണ്ട് ഓഫ് പറഞ്ഞ പോലെ തന്നെ അഫ്രൈഡിന് ശേഷം എപ്പോഴും ഓഫാണ് വരിക. സോ സി ആണ് കറക്റ്റ് ആൻസർ. 145. സെലക്ട് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദ കാറ്റ് ഈസ് ഹൈഡിങ് ഡാഷ് ദ ടേബിൾ. അവിടെ അണ്ടർ ദ ടേബിൾ, കാരണം മേശയുടെ താഴെയാണ് പൂച്ച ഒളിച്ചിരിക്കുന്നത്, അണ്ടർ ദ ടേബിൾ. സോ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് പ്രൊപ്പോസിഷൻ ബെസ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്? ഈ താഴെ കൊടുത്ത വാക്യത്തിൽ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഏത് പ്രൊപ്പോസിഷനാണ് ഏറ്റവും അനുയോജ്യമാവുക? ഷീ ഈസ് ഗുഡ്. അവിടെ അറ്റ് എന്ന വേർഡാണ് ശരിയാവുക. കാരണം ഗുഡ് കഴിഞ്ഞ ശേഷം ഒരു വെർബിൻ്റെ കൂടെ ING ചേർന്നുകാണ്ട് ജെറണ്ടായിട്ട് വരിക. അതിനിടയ്ക്ക് പ്രൊപ്പോഷൻ എല്ലായ്പ്പോഴും എന്താ പറയുക, അറ്റാണ് വരിക. സോ എ ആണ് കറക്റ്റ് ആൻസർ. 147. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഹി ഈസ് കമ്മിങ് ടു ദ പാർട്ടി. നമുക്കറിയാം അല്ലേ, നമുക്കറിയാം ഈസിൻ്റെ ഹി എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്? ദേ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഈ വാക്ക് നെഗറ്റീവാണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഡോണ്ടിൻ്റെ പോസിറ്റീവ് ഡു ആണ്. ഡു ദേ എന്നുള്ളത് മാത്രം മതി, അതാണ് ആൻസറും വന്നിക്കേണ്ടത്. സോ എ ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, എ. ഇനി 149. ദ സെൻറ്റൻസ് വാസ് ആസ് ക്വസ്റ്റ്യൻ ആസ് നോൺ ആസ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന വാചകങ്ങൾ നമ്മളെന്താ പറയുക? പിന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലേ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഭാഗം തന്നെ കേട്ടോ. 150 അവസാനത്തുമായ ക്വസ്റ്റ്യൻ. ഇംപറേറ്റീവ് സെൻറ്റൻസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് വിച്ച് ഡിനോട്ട്സ്. സാധാരണ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സെൻറ്റൻസ് ആണ്? അത് കമാൻഡും റിക്വസ്റ്റും വിഷും ഒക്കെ ഉൾപ്പെടുന്ന വാക്യമാണ്. സി ആണ് കറക്റ്റ് ആൻസർ. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ് ഏകദേശം ഒരു 80% ഭാഗങ്ങളും. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ പൊതുവിലുള്ള അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ ഒക്കെ പൊതുവിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് സിലബസ് കൊടുക്കും. അത് എല്ലാ ബോർഡിൻ്റെയും ഒരു പ്രത്യേകതയാണ്. ഓക്കെ, സോ നമ്മളൊരു എല്ലാ ക്വസ്റ്റ്യൻസും
കാര്യകാരണ സഹിതം ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതോടെ ഈ ഒരു ക്ലാസ്, ഈ വീഡിയോ അല്പം ലെങ്തിയാണ് കേട്ടോ. ഞാൻ അവസാന ഭാഗത്തേക്ക് അല്പം സ്പീഡിലാണ് പോയിരിക്കുന്നത്. കാരണം വീഡിയോ വല്ലാതെ ലെങ്തി ആയപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ട് സ്പീഡ് ഒന്ന് കുറക്കാൻ നോക്കിയതാണ്. ഈ ലെങ്ത് കുറക്കാൻ നോക്കിയതാണ്. അപ്പോൾ സ്പീഡ് കൂടി കേട്ടോ. ഓക്കെ, എന്തായാലും എല്ലാവരും സഹകരിക്കുക, നന്നായി പരീക്ഷ എഴുതുക, റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാണുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്ക് നേടി പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.